الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ആദ്യമായി മനുഷ്യർക്കിടയിൽ നടപ്പിലാക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റിസാലത്തോടു കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമായി ദഅവത്ത് ചെയ്തത് നൂഹ് നബിയാണ് എന്ന് നൂഹ് നബിൻ്റെ പോരിശ പറയുന്ന കൂട്ടത്തിൽ ഷഫാഅത്തിൻ്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പുള്ളവർ എന്തുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രയോഗം ഉണ്ടായില്ല? നൂഹ് നബിയാണ് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യപ്പെടുത്തുന്നത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള 10 തലമുറ, ആ 10 തലമുറയെ സംബന്ധിച്ച് 11ാമത്തെ തലമുറയിലാണ് നൂഹ് നബി വരുന്നത്. ആ 10 തലമുറയെ സംബന്ധിച്ച് അവരെല്ലാം തൗഹീദിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊന്നും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായ രീതിയിൽ പ്രചരണത്തിൽ കാണുന്നില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രയോഗം ആദ്യമായി നടത്തുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള മുർസലികൾ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന പ്രയോഗം നടത്തിയില്ല? കാരണം അള്ളാൻ്റെ റുബൂബിയ്യത്തിലാണല്ലോ ആകാശത്തിൽ വെച്ച് അവർ ഷഹാദത്ത് കൊടുത്തത്. മനുഷ്യരെ കൊണ്ട് അല്ലാഹു തആല ആകാശലോകത്ത് വെച്ച് ആത്മാക്കളെ കൊണ്ട്, അർവാഹുകളെ കൊണ്ട് ഷഹാദത്ത് പറയിപ്പിച്ചു. അത് റുബൂബിയ്യത്തിലുള്ള ഷഹാദയാണ്. അലസ്തു ബി റബ്ബിക്കും ഖാലു ബല ഷഹിദിന. അന്നത്തെ ചർച്ച തന്നെ, അന്നത്തെ ആ സംവാദം, അർവാഹുകൾ, അല്ലാഹു തആല അർവാഹുകളുമായിട്ട് സംവദിക്കുന്ന ആ രംഗം, വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബി റബ്ബിക്കും ഖാലു ബല ഷഹിദിന. റുബൂബിയ്യത്താണ് അവിടെ ചർച്ച കംപ്ലീറ്റ്. നിങ്ങൾ റബ്ബല്ലയോ ഞാൻ എന്നാണ്. ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് റബ്ബാകാനുള്ള യോഗ്യത എന്താണ്? റബ്ബാകാനുള്ള യോഗ്യത എന്താണ്? ഗൾഫിലെ മുതലാളിയാകാന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണല്ലോ, ഗൾഫിലൊക്കെ അർബാബാണ്. മുതലാളിക്ക് എന്താ പറയുക? അർബാബ് എന്നല്ലേ. റബ്ബും കഴിഞ്ഞതിനപ്പുറം അർബാബ്, റബ്ബുൽ അർബാബ്. ഈ റബ്ബ് എന്ന് പറയാൻ യോഗ്യത ആർക്കാണ്? ഒരാൾക്ക് റബ്ബാവാനുള്ള യോഗ്യത എന്താണ്? നാം സാധാരണ പറയുന്നുണ്ട്, 3 അധികാരാവകാശങ്ങളുടെ സർവാധിപത്യം ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. അങ്ങനെയുള്ള റബ്ബ് അല്ലാഹുവാണ്. ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബായത്? എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബായത്? ഈ 3 അധികാരാവകാശങ്ങൾ അവനുള്ളത് കൊണ്ടാണ്. എന്താണ് ആ അധികാരം? ഒന്ന്, അൽ മുൽക്ക്, ഈ പ്രപഞ്ചം അഖിലാണ്ടത്തിൻ്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരം, ഉടമസ്ഥതാവകാശം. രണ്ടാമത്തത് അൽ ഖൽക്ക്, അങ്ങ് അർശ് മുതൽ ഇങ്ങ് ഈച്ച വരെ, അതിൻ്റെ ഇടയിലുള്ള കംപ്ലീറ്റ് പ്രപഞ്ചം അഖിലാണ്ടം, അർശ് മുതൽ പരമാണുക്കൾ വരെ, ദർറ, ആറ്റം, അതിനെ മുഴുവനും നിർമ്മിക്കാനുള്ള അധികാരം, സൃഷ്ടിക്കാനുള്ള അധികാരം. മൂന്നാമത്തത്, അങ്ങ് അർശ് മുതൽ ഇങ്ങ് ദർറ, ആറ്റം വരെ കംപ്ലീറ്റ് നിയന്ത്രിക്കാനുള്ള അധികാരം.
അത്തദ്ബീർ. അപ്പോൾ അൽ മുൽക്കു വൽ ഖൽഖു വത്തദ്ബീർ, ഈ 3 അധികാരാവകാശങ്ങൾ ഉള്ളവനിക്കാണ് റബ്ബ് എന്ന് പറയുന്നത്. ഈ 3 അധികാരാവകാശങ്ങൾ അള്ളാഹ്ക്ക് ഞാൻ വകവെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുത്തൻ്റെ ഈമാൻ സഹിയാകുമോ? ഈ 3 അധികാരാവകാശങ്ങൾ ഞാൻ അള്ളാഹ്ക്ക് വകവെച്ചു കൊടുക്കുന്നു, അള്ളാഹ്ക്ക് ഞാൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈമാൻ സഹിയാകുമോ? സഹിയാവില്ല. എന്തുകൊണ്ട്? തൗഹീദുർ റുബൂബിയ കൂടി വേണം. ഈ 3 അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അതവന് മാത്രമായിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പോൾ തൗഹീദായി. ഈ 3 അധികാരം അവന് മാത്രമേ ഉള്ളൂ, അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. ഇത് അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് റുബൂബിയത്തിലുള്ള തൗഹീദ് അംഗീകരിക്കുക. ഈ 3 അധികാരം അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ 3 അധികാരം അള്ളാഹ്ക്ക് വകവെച്ച് കൊടുക്കലേ ആകുന്നുള്ളൂ. ഈമാൻ സഹിയാകണമെങ്കിൽ ഈ 3 അധികാരത്തിലുള്ള തൗഹീദ് അംഗീകരിച്ചു കൊടുക്കണം. അൻ യുവഹിദല്ലാഹ ഫീ റുബൂബിയത്തിഹി തആല, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ പരമാധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്. അതായത് ഖാലിക്കാവാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ, പടച്ചോനാവാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ, ഉടമസ്ഥനാകാൻ മാലിക്കാവാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ, മുദബ്ബിർ നിയന്ത്രിക്കുന്നവനാകാനും അള്ളാഹ്ക്ക് മാത്രമേ. എന്നുവെച്ചാൽ ഈ 3 അധികാരം ഞാൻ അള്ളാഹ്ക്ക് മാത്രം വകവെച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് തൗഹീദാകുക. ഇതാണ് ആകാശലോകത്ത് വെച്ച് നടന്ന ചർച്ച. അവിടെ ഉലൂഹിയത്തിനെ പറ്റിയുള്ള ചർച്ചയേ ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റിയുള്ള ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ആ ചർച്ചയിൽ നിങ്ങൾ തയ്യാറാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഖാലൂ ബല, അതെ നീ റബ്ബാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അലസ്തു ബി റബ്ബിക്കും, നിങ്ങൾ റബ്ബല്ലയോ ഞാൻ. ആ സംവാദം എങ്ങനെയായിരുന്നു? അർവാഹുകളും അള്ളാഹുവും തമ്മിലുള്ള, അള്ളാഹു അർവാഹുകളുമായിട്ട് നടത്തിയ സംവാദം അതാണ്. അതിനെപ്പറ്റി അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞത്, ഇത് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദമിൻ്റെ മക്കൾ അഥവാ മനുഷ്യരിൽ നിന്ന് അള്ളാഹു നിൻ്റെ റബ്ബ് ഒരു കരാറ് വാങ്ങിയ സന്ദർഭം നീ ഓർക്കണം. റസൂലുള്ളാഹി തങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു തആല കരാറ് വാങ്ങുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഫഅശ്ഹദഹും, അവരെ കൊണ്ട് അള്ളാഹ് ഷഹാദത്തും പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് അള്ളാഹു തആല ഷഹാദത്ത് പറയിപ്പിച്ചിട്ടുണ്ട്. ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിച്ച് തെളിയിക്കാമെന്ന് അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഉറപ്പിനാണ് ഷഹാദ എന്ന് പറയുന്നത്. ഒരടിമ ഉടമയായ അള്ളാഹുവിനോട് ഞാൻ ജീവിച്ച് തെളിയിക്കാം എന്ന് കൊടുക്കുന്ന കരാറാണ്. അപ്പോൾ ഇവിടെ ഫഅശ്ഹദഹും, ആകാശലോകത്ത് വെച്ച് നടന്ന ആ സംവാദത്തിൽ മനുഷ്യരാശി മുഴുവനും, അത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, ജൂതൻ, മജൂസി, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നതിന് ശേഷമുള്ള ചർച്ചയാണ്. ഇപ്പോൾ റബ്ബിനെയാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു ഇലാഹാണ് എന്ന ചർച്ച വന്നതിന് ശേഷമാണ് മതങ്ങളുമായിട്ട് കണക്ഷൻ വരുന്നത്. നമ്മുടെ ചർച്ചയിൽ മതങ്ങൾ കടന്നു വരുന്നത് അള്ളാഹിൻ്റെ ഉലൂഹിയത്ത് ചർച്ച ചെയ്യുമ്പോഴാണ്. റുബൂബിയത്ത് ചർച്ച ചെയ്യുമ്പോഴല്ല മതങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആകാശലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുമായിട്ട് നടത്തിയ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഉടലോടുകൂടിയും ബാക്കിയുള്ളവരുടെയും അർവാഹുകളുമാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അർവാഹുകളാണ്, റൂഹാണ്, ആത്മാവാണ് മനുഷ്യൻ്റെ അടിസ്ഥാനം. ശരീരമോ കൽബോ ജീവനോ ഇതൊന്നും മനുഷ്യൻ്റെ അടിസ്ഥാനമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അടിസ്ഥാനം റൂഹാണ്. റൂഹ് മാറുകയില്ല. റൂഹിന് പുതിയ സൃഷ്ടിപ്പില്ല. അന്ന് അള്ളാഹ് സൃഷ്ടിച്ച റൂഹാണ് സ്വർഗനരകത്തിലെത്തുന്നത് വരെ ഉണ്ടാകുക. ആ റൂഹിനെ സന്നിവേശിപ്പിക്കാൻ അള്ളാഹു ഏർപ്പാടാക്കിയ പേടകത്തിനാണ് മാറ്റങ്ങൾ വരുന്നത്. ഉദാഹരണത്തിന് ആലമുൽ അർവാഹിൽ അർവാഹ് സ്വന്തമാണ്, അത് വേറെ ഏതെങ്കിലും ഒന്നിൽ നിക്ഷേപിച്ചിട്ടില്ല, അത് സ്വതന്ത്രമാണ്. റൂഹായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, വേറെ മീഡിയകളൊന്നുമില്ല. ഉമ്മാൻ്റെ ഗർഭാശയത്തിലെത്തുമ്പോൾ ആ ചാപ്പിള്ള, ആ 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് ആ റൂഹിനെ നിക്ഷേപിക്കാൻ അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്ന പേടകം വയറ്റിൽ. അപ്പം എന്താ വിഷയം? അപ്പം ഏറ്റ വ്യത്യാസം വരുന്നുണ്ടോ? റൂഹ് വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ടോ? കുട്ടി റൂഹ്, അച്ചി റൂഹ് അങ്ങനെയുണ്ടോ? ഇല്ല. പക്ഷെ ആലമുൽ അർവാഹിൽ റൂഹ് പൂർണ്ണ താക്കത്തിലാണ്.
അതെ, ആ താക്കത്തായിരിക്കും നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിന് നൽകുന്ന താക്കത്ത്. എന്നാൽ ഗർഭാശയത്തിൽ ആ കുഞ്ഞ്, ഗർഭാശയത്തിലെ കുഞ്ഞിൽ ആ റൂഹിനെ നിക്ഷേപിക്കുമ്പോൾ റൂഹിൻ്റെ താക്കത്ത് എവിടെയും പോകുന്നില്ല. പക്ഷേ ആ കുഞ്ഞിനെ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തആല റൂഹിന് സംവിധാനം ഉണ്ടാക്കുന്നു. വോൾട്ടേജ് കൂടിയാൽ 240 വോൾട്ടേജ് ആക്കാം, 150 വോൾട്ടേജ് ആക്കാം, ഇല്ലേ? അതിനുള്ള സംവിധാനങ്ങളില്ലേ? കറണ്ടെല്ലാം അങ്ങനെ വരുന്ന കറണ്ടെല്ലാം സാധനം ഒന്നാണല്ലോ. അതിന് അതിൻ്റേതായ രീതി അനുസരിച്ച് കുട്ടിയും കുറയ്ക്കുകയും ചെയ്തു. നമ്മൾ അതിൻ്റെ ഉപകരണം ഫിറ്റ് ചെയ്താൽ ആ രീതിയിലല്ലേ കറണ്ട് പ്രവഹിക്കുള്ളൂ, അല്ലേ? ഒരു 40-ൻ്റെ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് പ്രവഹിക്കും. പിന്നെ 240-ൻ്റെ ആണെങ്കിൽ 150-ൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ച് പ്രവഹിക്കും. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ നടക്കും. കറണ്ട് മാറുന്നില്ല. കറണ്ടിൻ്റെ ഉൽപ്പാദന രംഗത്ത് അതിൻ്റെ ഫുൾ ഫോമിൽ തന്നെയാണ് ഉള്ളത്. ചെറിയൊരു ഉദാഹരണം മനസ്സിലാകാൻ മാത്രം, തഖ്രീബുൽ മഅനക്ക് വേണ്ടി. അതേ റൂഹ് ഭൂമിയിലെത്തുമ്പോൾ വളർച്ച പ്രാപിക്കുന്ന ശരീരത്തിലാണ് ആ റൂഹുള്ളത്. ആ വളർച്ചക്കനുസരിച്ച് 3-4 ഘട്ടങ്ങൾ. ഒന്നതിൻ്റെ ശൈശവഘട്ടം, പിന്നെ ബാല്യഘട്ടം, യൗവനഘട്ടം, വാർദ്ധക്യഘട്ടം. ഇതാണ് ഭൂമിയിലുള്ള 4 ഘട്ടം. ഭൂമിയിലുള്ള 4 മൊത്തത്തിൽ മനുഷ്യൻ്റെ 4 ഘട്ടം: ആലമുൽ അർവാഹ്, ആലമുൽ ദുനിയ, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറ. ആലമുൽ അർവാഹിന് ബന്ധം ഗർഭാശയവുമായിട്ട്. അപ്പോൾ ആലമുൽ അർവാഹും ആലമുൽ അർഹാമും ഒന്നാണ്. ആലമുൽ അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയ ലോകം. അതൊരു ലോകമാണ്, ഒരു പ്രത്യേക ലോകമാണ്. അതിന് കണക്ഷൻ ഇപ്പുറത്തോട്ടല്ല അപ്പുറത്തോട്ടാണ്. ദുനിയാവുമായിട്ടല്ല അതിന് കണക്ഷൻ അർവാഹിൻ്റെ ലോകവുമായിട്ടാണ്. ഗർഭാശയത്തിൽ വളർന്നു വരുന്ന കുഞ്ഞൊരു പ്രത്യേക സിറ്റുവേഷനിലാണ് വളർന്നു വരുന്നത്. അതിനനുസരിച്ചാണ് അല്ലാഹു തആല ആ റൂഹിന് ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ സന്നിവേശിപ്പിക്കാൻ പാകത്തിലാണ് ആ കുഞ്ഞിൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ട് വരുന്നത്. 40 ദിവസം, പിന്നെ 40 ദിവസം, 4 മാസം, പിന്നെ 10 മാസം, അങ്ങനെ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ ഭൂമിക്ക് സമാനമായിട്ടല്ല, അർവാഹിൻ്റെ ലോകത്തിന് സമാനമായിട്ടാണ്. ഭൂമിക്ക് സമാനമായിട്ടാണെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ ഗർഭാശയം ഒന്നിനും കൊള്ളൂല. പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞ് മൂത്രമൊഴിക്കും, അല്ലേ? സാധാരണ പഴയ ഉമ്മമാർ ചോദിക്കൽ പ്രസവിച്ചെന്നറിഞ്ഞാൽ തുറിമ്പിത്തലും ചെയ്തിനാ എന്നായിരിക്കും ആദ്യം, അല്ലേ? അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞ് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് അതിൻ്റെ അർത്ഥം. പ്രസവിച്ച ഉടനെ സെക്കൻഡുകൾക്കുള്ളിൽ, കുറച്ച് മുമ്പാണ് ആ മലമൂത്ര വിസർജനം ഉമ്മാൻ്റെ വയറ്റിൽ വെച്ച് നടന്നില്ലെങ്കിൽ ആ വയറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. ഉടനെ തന്നെ സംവിധാനം നടന്നല്ല, ഒരു അരമണിക്കൂർ മുമ്പ് ആ കുഞ്ഞ് ആ രീതിയിലാണ് മറക്കിരുന്നതെങ്കിൽ ഉമ്മാൻ്റെ ഗർഭാശയത്തിൻ്റെ അവസ്ഥ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേറെ സംവിധാനം, മിനിറ്റ് വെച്ചിട്ട് സംവിധാനം മാറുകയാണ്. അതായത് ഒരു മിനിറ്റ് മുമ്പ് ഗർഭാശയത്തിൽ മാത്രം മലമൂത്ര വിസർജനത്തിൻ്റെ സംവിധാനമാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ സംവിധാനം കംപ്ലീറ്റ് മാറി, അതിൻ്റെ ഏർപ്പാടേ മാറി. ഇനി ഒരിക്കലും ഗർഭാശയത്തിൽ മൂത്രയിച്ച മാതിരി എനിക്ക് കുഞ്ഞിക്ക് മൂത്രയിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇനി അത് ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ലേ. അത് പോയി, ആ ലോകം കഴിഞ്ഞ്. അതുകൊണ്ടാണ് അല്ലേ റബ്ബി അള്ളാഹുവേ ലൗല റബ്ബി ലൗല അഖർതനി ഇലാ അജൽ അല്ല തന്നെ കരീബ് അല്ല യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂൽ പിന്നെ ഇലാ അജലിൻ ഖരീബ്. കുറച്ചൊന്ന് പിന്തിപ്പിച്ചതാ, ഞാൻ ഒന്ന് നല്ല മനുഷ്യനായിക്കോളാം, കുറച്ച് സമയത്തേക്ക് എനിക്കൊരു ഇത് തന്നു കഴിഞ്ഞാൽ നടക്കൂലേ ഇനി. അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാൽ പിന്നെ ഇപ്പുറത്തേക്ക് സ്റ്റെപ്പിനെ പറ്റി ചിന്തിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ ദുനിയാവിൽ റിട്ടയർഡ് ആയാലും ജോലി കൊടുക്കുന്ന പരിപാടിയൊക്കെ ദുനിയാവില്ല മനുഷ്യൻ്റെ അടുത്ത്. ഇതൊരു സെക്കൻഡ് പോലും ഇനി ഇന്നലെയെപ്പറ്റി ആലോചിക്കുന്ന പ്രശ്നമില്ല. മരണം തീരുമാനമായി കഴിഞ്ഞാൽ ദുനിയാവിൽ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത്
അവൻ്റെ ദൃഷ്ടിയിൽ ബർസഖാണ് വിടുന്നത് അല്ലേ? ഖബറിലുള്ള കാര്യങ്ങളൊക്കെ മരിക്കുന്ന ആൾക്ക് ശരിക്കും കാണാം. അത് യാഥാർത്ഥ്യമുള്ള കാഴ്ചയാണ്. എന്തിനാ അള്ളാഹ് കാണിച്ചു കൊടുക്കുന്നത്? തിരിച്ചു വന്നിട്ട് ഇനി അത് മക്കളോട് പറയാനും എനിക്ക് കഴിയില്ല. കൊച്ചു ഞാൻ ഇതൊന്നും എൻ്റെ മക്കളോട് പറഞ്ഞേക്കട്ടെ, ഈ കാണുന്നതെല്ലാം റബ്ബി യാലൈത്ത ഖൗമി യഅലമു ബിമാ ഗഫറലി റബ്ബി വജഅൽനി മിനൽ മുക്രമീൻ അല്ലേ? സൂറത്ത് യാസീനിൽ പറഞ്ഞത് എൻ്റെ കൗമെങ്ങാനും ഞാൻ കാണുന്ന കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ കഥ? ഞാൻ അത്ര നല്ല കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അള്ളാഹ് എനിക്ക് പുറത്തു തന്നിട്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാലൈത്ത ഖൗമി യഅലമൂൻ. ഇല്ല, ഒരിക്കലും എൻ്റെ കൗമിന് ഇത് കാണാൻ കഴിയില്ല. ഇയാൾ കണ്ടുകൊണ്ടിരിക്കുക, മരിക്കുന്ന ആൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ സമയത്ത്? അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ മിനിറ്റ് ഇവനെ പിന്തിക്കുന്ന പ്രശ്നമില്ല. പിന്തിച്ചാൽ ഇവന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ യക്കീൻ, കണ്ണുകൊണ്ട് യക്കീൻ കൊടുത്തിട്ടൊന്നും അള്ളാഹു താല ഈമാൻ പൂർത്തിയാക്കാൻ വിടൂല. അല്ല, കൽബ് കൊണ്ട് യക്കീൻ കൊടുത്തിട്ട് തന്നെ ഐനുൽ യക്കീൻ, ഇൽമുൽ യക്കീൻ, ഐനുൽ യക്കീൻ അതൊക്കെ നേരത്തെ കാലത്തെ വരേണ്ട കേസുകളാണ്. അതുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ ഒക്കെ മലയിടിഞ്ഞെന്ന് വരും, ഉരുൾപൊട്ടലൊക്കെ വന്നെന്ന് വരും. ഈ ഉരുൾപൊട്ടലൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വല നുദീഖന്നഹും മിനൽ അദാബിൽ. അത് അദാബ് തന്നെയാണ്, എന്താ സംശയം? ഉരുൾപൊട്ടൽ അദാബില്ലെങ്കിൽ പിന്നെ കാരുണ്യ, ഉരുൾപൊട്ടൽ കരുണ്യ. അള്ളാഹ്ക്ക് രണ്ട് കാര്യങ്ങളല്ലേ വരാൻ പാടുള്ളൂ. ഒന്നിക്ക് റിള അല്ലെങ്കിൽ സഖ്ത്. ഒന്നിക്ക് പൊരുത്തം അല്ലെങ്കിൽ ദേഷ്യം. റിള എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പൊരുത്തം, സഖ്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വെറുപ്പ്. അത് രണ്ടിൻ്റെ ഇടയിൽ വേറെ എന്താ ഉള്ളത്? ഉരുൾപൊട്ടലും ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിക്കലും ഇതൊക്കെ പിന്നെ അള്ളാഹിൻ്റെ പൊരുത്താ. എന്താ ഈ പറയുന്നത്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, അള്ളാഹ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് അള്ളാഹ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നല്ല ആനുകൂല്യങ്ങളായി. സഖ്താണ്, വെറുപ്പാണ്, ദേഷ്യമാണ്. അള്ളാഹു ഞാൻ ദേഷ്യം തീർക്കും. ഇന്നാ മുന്തഖിമൂൻ. എന്താ അള്ളാഹു തആല പറഞ്ഞു? വല നുദീഖന്നഹും മിനൽ അദാബിൽ ലദീന ദുൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. എന്നിട്ട് വലഖദ് ആതൈനാ മൂസൽ കിതാബ് ഫലാ തകും ഫി മിര്യത്തിൻ മിൻ ലിഖാഇ വജഅൽനാ ഹുദൽ ലിബനി ഇസ്രായീൽ. അതിന് തൊട്ട് മുമ്പല്ലേ ഇതാണ് ഇന്നാ മിനൽ മുജ്രിമീന. അതിന് ആയത്തിൻ്റെ തുടക്കം വമൻ അദ്ലമു ആണോ? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുന്തഖിമൂൻ. ഇന്തിഖാം എന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ സൃഷ്ടിക്കുന്നതിൻ്റെ പേരാണ്. അള്ളാഹ് മുന്തഖിമാണ്, ഒരു ദയയും കാണിക്കില്ല. അതിന് കുഞ്ഞുങ്ങളാണ്, പാൽ കുടിക്കുന്ന കുഞ്ഞാണ്, തച്ചയാണ്, തള്ളയാണ്, പെണ്ണാണ്, ആണാണ്, വയസ്സനാണ്, കളവനാണ്. അള്ളാഹ് മുന്തഖിമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, കംപ്ലീറ്റ് കാലിയാക്കും അള്ളാഹു താല. ഇത് അള്ളാഹു നേരത്തെ പറഞ്ഞു തന്ന കാര്യമാണ്, തുടക്കം മുതലേ പറഞ്ഞു തന്ന കാര്യമാണ്. ഇന്നാ മിനൽ മുജ്രിമീൻ. മുജ്രിമീൻ എന്ന് പറഞ്ഞാൽ തെമ്മാടികൾ. നാടൻ മലയാളം അങ്ങനെ അതിൻ്റെ അർത്ഥം. മുജ്രിം മുംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തെമ്മാടികൾ പൊടാ എന്താ പറയുക? അത് ആട്ടുന്ന രീതി, അള്ളാഹു തആല ആട്ടുന്ന രീതിയാണത്. പൊടാന്ന് പറഞ്ഞിട്ട് ആട്ടുന്നത്, അതിനാണ് മുജ്രിമെന്ന് ഉപയോഗിക്കുന്നത്. ഇന്നാ മിനൽ മുജ്രിമീന മുന്തഖിമൂൻ. തെമ്മാടികളെ ഞാൻ മുഖം നോക്കാതെ ശിക്ഷിക്കും. ഇന്തിഖാം മുഖം നോക്കാതെ ശിക്ഷിക്കുന്നതിൻ്റെ പേരാണ്. മുന്തഖിമാണ് അള്ളാഹു തആല. ചില സമയത്തൊക്കെ മുന്തഖിമാവും. ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിലുണ്ടാവില്ല. പിന്നെ അള്ളാഹു എങ്ങാനും ദേഷ്യം പിടിച്ചാൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. അല്ലാഹ്, നിൻ്റെ ദേഷ്യത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അള്ളാഹുവിൻ്റെ ദേഷ്യം കടുപ്പപ്പെട്ട ദേഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഴിഞ്ഞ് ദുനിയാവിലേക്ക് വരുമ്പോൾ 4 ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം ശൈശവഘട്ടം. ആ ശൈശവഘട്ടത്തിന് പാകമായ രീതിയിൽ അല്ലാഹു തആല റൂഹിനെ അതിൻ്റെ പവർ കൺട്രോൾ ചെയ്യുകയാണ് അല്ലാഹു തആല. അല്ലാതെ റൂഹിനെ ചെറുതും വലുതുമാക്കുകയല്ല. കുട്ടികളുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ മാത്രം അതിനെ കൺട്രോൾ ചെയ്യുകയാണ് അല്ലാഹു തആല. ഭൂമിയിലെത്തലോടുകൂടി റൂഹ് പൂർണ്ണമായും ശരീരത്തിനൊതുങ്ങി. റൂഹ് ഒരിക്കലും തനി സ്വഭാവം ഭൂമിയിൽ കാണിക്കുകയില്ല. ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് മാത്രമേ റൂഹ് പെരുമാറുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ മൻ സക്കാഹ പിന്നെ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നഫ്സ് എന്ന് പറഞ്ഞാൽ റൂഹ്, സവ്വാഹ റൂഹിനെ സന്നിവേശിപ്പിക്കുന്നതിന് അല്ലാഹ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേടകം, അതാണ് ഈ ശരീരം. അപ്പോൾ റൂഹിനെയും ശരീരത്തെയും അല്ലാഹു തആല പരിചയപ്പെടുത്തി തരികയാണ്. നഫ്സിൻ വമാ സവ്വാഹ
ഫഅൽഹമഹാ ഫുജൂറഹ വതഖ്വാഹ. നാം ആ റൂഹിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ചീത്തയാകൽ എങ്ങനെയാണ്, നന്നാവൽ എങ്ങനെയാണ് എന്ന്. അത് അഫ്ലഹ മൻ സക്കാഹ. ഏതൊരു ശരീരം അതിനെ ശുദ്ധിയാക്കി ക്ലിയറാക്കി വെക്കാൻ ഉദ്ദേശിച്ചോ ഓൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. ദസ്സ എന്ന് പറഞ്ഞാൽ ചെറു വരട്ടുക എന്നർത്ഥം. അപ്പോൾ ശരീരത്തിൻ്റെ ഉത്തരവാദിത്തത്തിലായി. പിന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും റൂഹിൻ്റെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുക. അങ്ങനെയാണ് അള്ളാഹു തആല അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക ദുനിയാവിൽ. ബർസഖിലെത്തുമ്പോൾ, അതായത് ശരീരത്തിൽ നിന്ന് റൂഹിനെ ഊരിയെടുത്ത് ശരീരത്തെ ഖബറിലേക്ക് കൊണ്ടുപോയി. റൂഹ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി. അതിൻ്റെ പൂർവാവസ്ഥ എന്താണ്? സ്വതന്ത്രമാണ്. ഒരു മീഡിയ ഇല്ലാതെ തന്നെ, ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ നിലനിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്വതന്ത്രമായ അവസ്ഥ. ബർസഖിലെത്തുമ്പോഴേക്കും വീണ്ടും പ്ലാറ്റ്ഫോം ഇല്ലാത്ത അവസ്ഥയിൽ സ്വതന്ത്രമാക്കി വിടുന്നു അല്ലാഹു തആല റൂഹിനെ. ബർസഖിൻ്റെ അവസ്ഥ അതാണ്. പക്ഷെ ബർസഖും ആലമുൽ അർവാഹും, ആലമുൽ ബർസഖും ആലമുൽ അർവാഹും തമ്മിൽ വ്യത്യാസം എന്താണ്? ആലമുൽ അർവാഹി റൂഹ് സർവതന്ത്ര സ്വതന്ത്രരാണ്. അതിൻ്റെ എല്ലാം അതിന് മാത്രമുള്ളതാണ്. ബർസഖിലെത്തുമ്പോൾ ഭൂമിയിൽ ജീവിച്ച ശരീരമുണ്ടല്ലോ, ആ ശരീരം ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിൻ്റെ ആക്ഷനായിരിക്കും റൂഹിന് ബർസഖിൻ്റെ ലോകത്തുണ്ടാകുക. ആദ്യത്തെ അവസ്ഥയായിരിക്കില്ല പിന്നെ ഉണ്ടാകുക. ശരീരം ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥക്കനുസരിച്ചായിരിക്കും ബർസഖിൻ്റെ ലോകത്ത്. നമുക്ക് അറിയാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലീനെയും സിജ്ജീനെയും പരിചയപ്പെടുത്തുന്നിട്ടുണ്ടല്ലോ. ഇല്ലീൻ, സിജ്ജീൻ. ഭൂമിയിൽ ജീവിച്ച ശരീരം അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റൂഹിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് വേറെ പൊറലൊന്നും ഇല്ലാതെ ഡാമേജൊന്നും ഇല്ലാതെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാസസ്ഥലം ഇല്ലീനാണ്. നേരെ മറിച്ച് ശരീരം അതിനെ ട്രീറ്റ് ചെയ്തില്ല, റൂഹിനെ പരിഗണിച്ചേ ഇല്ല, ശരീരത്തിനെ മാത്രം പരിഗണിച്ചൊരുത്തൻ ജീവിച്ചാൽ, അതിനനുസരിച്ചുള്ള ബലഹീനത റൂഹിനുണ്ടാക്കിയാൽ അവന് അടക്കൊണ്ട് പോയി സിജ്ജീനിലാണ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യലല്ല നമ്മുടെ ഉദ്ദേശം, അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ബർസഖിലെത്തുമ്പോഴേക്കും ഭൂമിയിൽ വെച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന ജോലികളുമായിട്ടാണ് അല്ലാഹു തആല ബർസഖിൽ റൂഹിൻ്റെ ജീവിതത്തെ ബന്ധിപ്പിച്ചിരിക്കുക. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ബർസഖിൻ്റെ ലോകത്ത് സന്തോഷമായി കഴിയണമെങ്കിൽ ഇവിടെ നമ്മൾ ആലോചിക്കണം. അതാണ് ശരീരത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അല്ലാഹു തആല ശരീരത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ്. നാളത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത്ത് ലിഗദിൻ. നാളത്തേക്ക് ഒരുങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തേക്ക് എന്തോ ഒരുങ്ങാൻ? ഇന്നത്തേക്ക് എന്താണ്? ഇന്നത്തേക്ക് വേണ്ടത് അത് മുസ്തഖറുവ മത്താവുൻ, താമസിക്കാനുള്ള സൗകര്യം, തിന്നാനുള്ള സൗകര്യം. അത് നമ്മൾ ഒരുങ്ങിയിട്ട് കാര്യമില്ല, അത് മുഖദ്ദറാണ്. അത് മുഖദ്ദറാണ്. നമ്മൾ ബസ് കൈയാഴ്ച നിർത്തി ബസ്സിൻ്റെ ബാക്കിലെ ഡോറിലൂടെ കയറി, ഒരുത്തൻ ബാക്കിലെ ഡോറിലൂടെ കയറി, എന്നിട്ട് സ്പീഡ് നടക്കാൻ മുമ്പോട്ട്, അവിടുന്ന് പിന്നെ പിറകോട്ടും. കണ്ടക്ടർ പറഞ്ഞ് സീറ്റുണ്ടല്ലോ, എനിക്ക് ഇരിക്കാൻ നേരം, എനിക്ക് പെട്ടെന്ന് പോകണം. ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിയിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ ബസ് എവിടെയെങ്കിലും നിർത്തിയാലല്ലേ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തുള്ളൂ. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവൻ ലക്ഷ്യസ്ഥാനത്തെത്തുമോ? ഇതേപോലെയാണ് ദുനിയാവ് നമ്മളോട്ടം. ആ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് ഓടും പോലെയാണ് നമ്മളിപ്പം ദുനിയാവ് നിന്ന് ഓടുന്നത്. എവിടെ എത്തില്ല. ബസ് എപ്പോൾ നിൽക്കുന്ന ആ സമയത്തേ എത്തുള്ളൂ. അപ്പോഴേക്കും മയ്യത്താവും. ബസ് നിൽക്കാന്ന് പറഞ്ഞാൽ മയ്യത്താവും, അതുവരെ ഓടും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഇദാ റളീത ബിമാ അഖ്സംതു ലക അറഹ്തു ഖൽബക്. നിൻ്റെ മഈശത്തിന് നിനക്ക് ഞാൻ ഓഹരി വെച്ച് തന്നിരിക്കുന്ന, നിൻ്റെ ഉപജീവനത്തിന് നിനക്ക് ഞാൻ ഓഹരി വെച്ച് തന്നിരിക്കുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ, മാ അഖ്സംതു ലക്, നിനക്ക് ഞാൻ ഓഹരി വെച്ച് തന്നത് നിൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് നീ ഉപയോഗപ്പെടുത്തി തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ അറഹത്തു കൽബക്, നിൻ്റെ കൽബ് ഞാൻ റാഹത്താക്കി തരാം. ആ ഉള്ള ജോലി, ആ ഉജ്ജ കച്ചവടം, അല്ലെങ്കിൽ ആ ഉള്ള തൊഴിൽ, അത് നഷ്ടപ്പെടുമ്പോൾ വേറൊന്നിനെ പറ്റി ആലോചിച്ചാൽ മതി. ഒരു കച്ചവടം നിർത്തിക്കൊണ്ട് വേറൊരു കച്ചവടത്തെപ്പറ്റി ആലോചിക്കേണ്ട. അത് ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഓട്ടം. അതിനെന്തെങ്കിലും പോരായ്മ വന്നു, ഇനി അവിടെ നിർത്താന്നിട്ട് വേറെ ഒന്നും തുടങ്ങാം, വേറെ എവിടെയെങ്കിലും. നിൻ്റെ കൽബ് റാഹത്താക്കി തരാം, നിൻ്റെ മൈശത്തിനെ കൊണ്ട് ഞാൻ തീർത്ത് തരാം. എനിക്ക് ജീവിക്കലേ വേണ്ടുള്ളൂ, അത് ഞാൻ തീർത്ത് തരാം. ഇല്ലം തർള ബിമാ അഖ്സംതു ലക്, നിനക്ക് ഈ ഓഹരി വെച്ച് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുന്നില്ല, നീ ഓടാനാ പരിപാടിയെങ്കിൽ, അതിനപ്പുറം വേറെ ഒന്ന്, അതിനപ്പുറം വേറെ ഒന്ന്, അങ്ങനെ കൂട്ടലാണ് നിൻ്റെ പരിപാടിയെങ്കിൽ, നായാട്ട് നായ്ക്കളെ ഓടിക്കും പോലെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഓടിക്കും.
നായ്ക്കൾ കാട് നിറച്ച് ഓടും. അതേപോലെ നീ ഓടേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ നിൻ്റെ കയ്യിൽ കിട്ടുന്നത് അതിന് മുമ്പ് നിനക്ക് എന്താണോ ഞാൻ കതിറാക്കിയത് അത് മാത്രമേ നിൻ്റെ കയ്യിൽ കിട്ടുള്ളൂ. ഓടി കണക്കാക്കിയിട്ട് കൂടുതലൊന്നും കിട്ടൂല. അതാണ് ദുനിയാവിൻ്റെ ജീവിത വിഭവങ്ങൾ. അത് ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല തർത്തീബാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. മരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ പറ്റിയാണ് നാളത്തേക്ക് കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞത്. അതെ, നാളെ നിൻ്റെ റൂഹ് ഒറ്റക്കാണ്, നീ ഒറ്റക്കാണ് എന്ന് വെച്ചാൽ നിൻ്റെ റൂഹ് ഒറ്റക്കാണ്. നീ എന്ന് പറയുന്നത് റൂഹിനോടാണ്, ശരീരത്തോടല്ല. നമ്മൾ സാധാരണ ഞാൻ ഈ നീ എന്നൊക്കെ പറയുന്ന ആരോടാ? ശരീരത്തോടാണ്. നീ എന്ന് പറഞ്ഞാൽ ശരീരം, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം. ശരിക്കും പറഞ്ഞാൽ നീ ഞാൻ എന്നുള്ള വാക്ക് റൂഹിനോടാണ്. ശരീരം ഒന്നുമല്ല. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിനത്. ഇത് നാളെ മണ്ണായി പോകുന്നതാണ്. റൂഹാണ് ഞാൻ, അല്ലെങ്കിൽ നീ. ഖിയാമത്ത് നാളിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് വീണ്ടും ഒരു പേടകത്തെ നിർമ്മിക്കുകയാണ് അല്ലാഹു തആല ഈ റൂഹിനെ സന്നിവേശിപ്പിക്കാൻ. ആ പേടകത്തെ പറ്റി അഷ്റഫുൽഖൽക്ക് പറഞ്ഞത് അതിൻ്റെ ചുണ്ട് ഉഹുദ് മലയോളം കാണും ചിലപ്പോൾ. നാളെ ഈ റൂഹിനെ സന്നിവേശിപ്പിക്കാൻ അള്ളാഹ് നിർമ്മിക്കുന്ന പേടകത്തിൻ്റെ വണ്ണ വലിപ്പത്തെപ്പറ്റി റസൂൽ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്ര ഭയങ്കരമായിരിക്കും. എന്നുവെച്ചാൽ റൂഹിൻ്റെ ഫുൾ താക്കത്ത് അന്നായിരിക്കും അല്ലാഹു തആല പ്രകടിപ്പിക്കുക. റൂഹിൻ്റെ അതിൻ്റെ ശക്തി, അതായത് ആലമുൽ അർവാഹിൽ അതിന് നിശ്ചയിച്ചു കൊടുത്ത ശക്തി ആലമുൽ ആഖിറയിലാണ് കാണിക്കുക. ആലമുൽ ദുനിയായിലോ ആലമുൽ ബർസഖിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി കാണിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ ചർച്ചയാണ് നടത്തിയത്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ? കാലു ബല, എല്ലാ മനുഷ്യരും, ഇന്ന് ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരും എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു ബല, അതെ നീയാണ് റബ്ബ്. ഷഹിദിന, ഷഹിദിന, നീയാണ് റബ്ബ് എന്നത് ഞങ്ങൾ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു കാര്യം, റുബൂബിയത്തിൻ്റെ ഷഹാദ പറഞ്ഞപ്പം ബഹുവചനമാണ് പറഞ്ഞത്. കാലു ഷഹിദിന അലസ്തു ബി റബ്ബിക്കും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവിടെയൊക്കെ ബഹുവചനമാണ് റുബൂബിയത്തുള്ള ഷഹാദ. എന്നാൽ ഉലൂഹിയത്തിലുള്ള ഷഹാദയിൽ ഏകവചനമേ ഉള്ളൂ, അശ്ഹദുവേ ഉള്ളൂ, നശ്ഹദു ഇല്ല. അങ്ങനെ അൽഹംദുലില്ലാഹി നഹ്മദുഹു ബഹുവചനമാണ്, നസ്തഈനുഹു ബഹുവചനമാണ്, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു ബഹുവചനമാണ്, വനുഅ്മിനു ബിഹി ബഹുവചനമാണ്, വനതവക്കലു അലൈഹി ബഹുവചനമാണ്. അതിൻ്റെ അപ്പുറം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഏകവചനമാണ്, അവിടെ നശ്ഹദു ഇല്ല. അല്ലേ? ഖുത്ബത്തുൽ ഹജ്ജിൽ നശ്ഹദു ഉണ്ടോ? ഇല്ലല്ലോ, അശ്ഹദേ ഉള്ളൂ, ഏകവചനേ ഉള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ, അവിടെ ഏകവചനേ ഉള്ളൂ. ഇപ്പോൾ ഷഹാദത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഏകവചനമാണ്. അതെ, ഉലൂഹിയത്തിലുള്ള ഷഹാദ ഏകവചനത്തിലാണ്, റുബൂബിയത്തിലുള്ള ഷഹാദ ബഹുവചനത്തിലാണ്. അതുകൊണ്ട് തന്നെ റബ്ബുന, നമ്മുടെ റബ്ബ്, റബ്ബി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആലമുൽ ബർസഖിൽ വെച്ച് അർവാഹുകൾ കൊടുത്ത ഉറപ്പെന്താണ്? ഖാലു ബലാ ഷഹിദിന, ഞങ്ങൾ ഭൂമിയിലെത്തിയാൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഈ ഷഹാദത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് വേണ്ടി ഇണയെ നിർമ്മിക്കുന്നത്, ഹവ്വാനെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഹവ്വാൻ്റെ റൂഹ് ആ ഷഹാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹവ്വാൻ്റെ ശരീരമില്ല, ആദമിൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നെ ജഡത്തോടു കൂടി ആദമ് മാത്രമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്, ബാക്കി കംപ്ലീറ്റ് റൂഹുകളാണ്. മുത്തുമണികളെപ്പോലെ മുതുകിൽ നിന്ന് ഉതിർന്നു വീഴുകയായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ റൂഹുകളെ അല്ലാഹു തആല ആ സമ്മേളന പന്തലിൽ, ആ സമ്മേളന സദസ്സിലേക്ക് അല്ലാഹു തആല കൊണ്ടുവന്ന രീതിയെപ്പറ്റി അഷ്റഫുൽഖൽക്ക് വിശദീകരിച്ചിട്ട് വന്നത്. പിന്നീടാണ് ഹവ്വാനെ നിർമ്മിക്കുന്നത്. എന്നിട്ട് ആദമും ഹവ്വാവും ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നു. ആകാശലോകത്ത് അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ആദമിന് ആവശ്യമായ ഇൽമ്, അവിടെ ഒന്നും ഉലൂഹിയത്ത് ചർച്ചയില്ല, അവിടെയൊക്കെ റുബൂബിയത്താണ് ചർച്ച. സ്വർഗത്തിലെത്തി, ആദമും ഹവ്വാവും സ്വർഗത്തിലെത്തി, അവിടെ ഉലൂഹിയത്ത് ചർച്ചയില്ല, റുബൂബിയത്താണ് ചർച്ച. വലിയ വിഷയമാണത്. ഭൂമിയിലെത്തി. അതുകൊണ്ടാണ് നമ്മൾ ഗ്രന്ഥങ്ങളിൽ, ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ
ഉലൂഹിയത്തിലുള്ള ചർച്ച നൂഹ് നബിയോടുകൂടിയാണ് ആരംഭിച്ചത് എന്ന് വിശദമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപ്പറ്റി നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. അപ്പോൾ ആദമു തൊട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ തലമുറ വരുന്നത് വരെ 10 തലമുറ ആകാശത്തിൽ വെച്ച് ആദമിന് കിട്ടിയ നിർദ്ദേശവും സന്ദേശവും അനുസരിച്ചായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഉലൂഹിയത്തിൻ്റെ പ്രശ്നം വന്നേയില്ല, ചർച്ചയെ വന്നില്ല. അള്ളാഹു റബ്ബാണ്, നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്ന അള്ളാഹു ആണ്, ആർക്കും സംശയമില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 1-ാം തലമുറക്കും സംശയമില്ല, 2-ാം തലമുറക്കും സംശയമില്ല, 3-ാം തലമുറക്കും സംശയമില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത എന്തിനെങ്കിലും പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല അവർ, ആ തലമുറകൾ. ഈ കുല്ലുഹും ഫി തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് പ്രസംഗിച്ചുകൊണ്ട് നടന്നു എന്നൊന്നും അർത്ഥം വെക്കണ്ട, അത് വല്ലാത്തൊരു വാക്കാണത്. കുല്ലുഹും ഫി തൗഹീദ്, ആ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്ന് പറഞ്ഞാൽ ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, അള്ളാൻ്റെ അവരെ ഇടയിൽ വേറെ ഒന്നുമില്ല, ഒരു ചർച്ചയുമില്ല. എന്നാലും എന്ന പ്രയോഗമേ ഇല്ല. എന്നാലും എന്ന പ്രയോഗം ഷിർക്കിൻ്റെ ചേരുവയാണ്. ഒരു കാരണത്താൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന് പ്രയോഗിക്കരുത്. നമ്മളോട് ആരെങ്കിലും എല്ലാം അള്ളാഹു നടത്തിത്തരുമെന്ന് പറയുമ്പം അള്ളാഹ് നടത്തിത്തരും ഉസ്താദെ, എന്നാലും നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണത്. റോട്ട് മുന്നിൽ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി, ആ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു. ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ, കുടുംബ വിഷയങ്ങളൊക്കെ റാഹത്തല്ലേ? എല്ലാം റാഹത്താണ്, പിന്നെ ചെറിയ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിഷമിക്കേണ്ട, അള്ളാഹു യശ്ഫി, അള്ളാഹു താല ഷിഫിയാക്കി തരും. അത്ര മറ്റേ ആൾ അള്ളാഹ് ഷിഫിയാക്കി തരും, എന്നാലും കംപ്ലീറ്റ് പൊളിഞ്ഞ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്നത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള സംശയമാണ്. അത് ഉലൂഹിയത്തിനെ ബാധിക്കും, ലാ ഇലാഹ ഇല്ലല്ലയെ ബാധിക്കും. എന്നാലും എന്ന പ്രയോഗമേ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിലില്ല. വളരെ അപകടം പിടിച്ച വാക്കാണത്. അത് ഷഹാദത്തിന് പോറലേൽക്കുന്ന വാക്കാണ്. അതേ സന്ദർഭത്തിൽ മഖ്ലൂക്കും തമ്മിലുള്ള ബന്ധത്തിൽ എന്നാലും പ്രയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന, മോനുണ്ടല്ലോ ഗൾഫിലല്ലേ, ഒന്നിങ്ങനെ അയച്ചു തരുമല്ലോ, അജയരെ, എന്നാലും അങ്ങനെ അസ്ബാബുമായിട്ടാണ് കണക്ഷൻ. ഗൾഫിലുള്ള മോനുമായിട്ടാണ് ആ എന്നാലിന് ബന്ധം. മറ്റേത് അള്ളാഹുമായിട്ടാണ് എന്നാലും ബന്ധം. വ്യത്യാസമുണ്ട്. ഒരു കാരണവശാലും അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞ് ഉലൂഹിയത്ത് ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ്? എന്താണ് ഇലാഹ്? പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സമൂഹം ഇലാഹിന് വെച്ച അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് കലിമത്തു ഷഹാദയിൽ ലാ ഇലാഹ വന്നത്? എന്തുകൊണ്ട് ലാ റബ്ബ വന്നില്ല? ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പോൾ ആ ജനങ്ങൾ ഇലാഹിനെ മനസ്സിലാക്കിയത് എന്താണ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം ഇലാഹിനെ മനസ്സിലാക്കിയത് എന്തർത്ഥത്തിലാണ്? നമ്മളെ കംപ്ലീറ്റ് ഇസ്ലാം പുതിയതല്ലല്ലോ, ഇതിൻ്റെ തുടക്കം മുതൽ കണക്ഷൻ കൊടുത്തിട്ട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിനെ നന്നായിട്ട് റബ്ബായി അംഗീകരിക്കുന്നവരാണ് അവർക്ക് ആർക്കും അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി, കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി, കൃത്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു റബ്ബാണ്, ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണെന്നുള്ള കാര്യത്തിൽ ലവലേശം സംശയം നൂഹ് നബിൻ്റെ ഖൗമിനുണ്ടായിട്ടില്ല. ആ 11ാമത്തെ തലമുറക്ക്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ 10ാമത്തെ തലമുറ വരെ എന്താണോ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പറ്റി വിശ്വസിച്ചത്, ആ വിശ്വാസത്തിന് ഇപ്പോഴും ഒരു കുഴപ്പവും വന്നിട്ടില്ല. നൂഹ് നബിൻ്റെ ഖൗമിന് അള്ളാഹിൻ്റെ റുബൂബിയത്തിൽ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അവർ കൃത്യമായി അള്ളാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിക്കുന്നു, റാസിഖ് എന്ന് വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്നത് വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നതെന്ന് വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ, വേറെ ആരത്തുനിന്നും കിട്ടൂല എന്നും വിശ്വസിക്കുന്നു. റാസിഖ് അള്ളാഹു മാത്രമാണ്, അള്ളാഹു അല്ലാത്തവരാരും റാസിക്കില്ല. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹു അല്ലാത്തവരാരും ഖാലിഖല്ല, ആർക്കും അതിനുള്ള യാതൊരു അധികാരവും, ഇതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാം. പിന്നെ എന്തിനാണ് നൂഹ് നബിനെ റസൂലാക്കി അള്ളാഹു തആല നിയോഗിച്ചത്? അവർ ചെയ്ത തെറ്റെന്താണ്?
എന്നിട്ട് ഈ വിഷയങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന സമൂഹത്തോട് ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്ന് നൂഹ് നബി പറയാൻ കാരണം എന്താണ്? അപ്പം ഇലാഹ് എന്നാൽ എന്താണെന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇലാഹ് എന്നതുകൊണ്ട് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വിഷയം ശൈഖുൽ ഇസ്ലാം വിശദീകരിച്ചു തരുന്നു. ഇലാഹ് എന്നതുകൊണ്ട് ആ സമൂഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ ഉപയോഗിക്കുന്ന ഇടയാളുകളെ പറ്റിയാണ് അവർ ഇലാഹ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇടയാളൻ സമ്പ്രദായം മാത്രമേ ഉലൂഹിയത്തിലുള്ളൂ. അവർ വിശ്വസിച്ചിരിക്കുന്ന ഉലൂഹിയത്തിൽ ഖാലിക്ക്, റാസിക്ക്, മാലിക്ക് അല്ലെങ്കിൽ മുദബ്ബിർ, റുബൂബിയത്തിൻ്റെ ഒരംശവും അവർ ഇലാഹിയത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. അവർ ഇലാഹ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഷെയ്ഖുകളെയാണ്, വലിയുകളെയാണ്. ലാത്ത, ഉസ്സ, മനാത്ത്, അല്ല വദ്, സുവാഹ്, യഊഖ്, യൗസ്, ആ ഖബറാളികൾ, ആ മഹാന്മാർ, മരിച്ചുപോയ ആ മഹാന്മാരെ സംബന്ധിച്ചാണ് അവർ ഇലാഹുകൾ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇലാഹുകൾ എന്ന് ആ ഒറ്റ വാക്കിൽ അവർ വിശ്വസിച്ചിരിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു റബ്ബായതുകൊണ്ട് ആ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഇടയാളുടെ ഇടപെടലുകൾ ഉണ്ടാവണം. ആ ഇടപെടലുകൾക്കാണ് അവർ ഇലാഹ് എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. അവർ പഠിച്ചു വച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നൂഹ് നബിയോട് ലാ ഇലാഹ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. അതാണ് ഷഹാദത്തുൽ ഉലൂഹിയത്തിലുള്ള ആ കലിമത്തു ഷഹാദയിൽ ലാ ഇലാഹ വന്നത്. അള്ളാഹിനെ അംഗീകരിക്കണമെന്ന് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥമില്ല. അള്ളാഹുവിലേക്ക് ചേരാൻ നിങ്ങൾ ഇടയാളുകളെ അംഗീകരിക്കുന്ന വിഷയം ഒഴിവാക്കണമെന്ന് മാത്രമേ ഈ കലിമത്തു ഷഹാദയിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലാഹ് എന്നുപയോഗിച്ച വാക്കുകൾ അഷ്റഫുൽ ഖൽക്കുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ റസൂലായിട്ട് വരുന്ന സന്ദർഭം, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. ഇവിടെ ലാ ഇലാഹ എന്ന് നൂഹ് നബി പറഞ്ഞപ്പോഴാണ് നൂഹ് നബിൻ്റെ കൗമിന്, മൗലാനമാർക്ക്, ഷെയ്ഖുനമാർക്ക്, ഉലമാക്കൾക്ക്, ആ കാലഘട്ടത്തിലെ ഖാദിമാർക്ക്, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക്, പള്ളിയിലെ ഇമാമിങ്ങൾ, മദ്രസയിലെ ഉസ്താദുമാർ, ദർസിലെ മുദരിസുകൾ, അങ്ങനെ നാട്ടിലെ ഖാദിമാർ, ഇവർക്കെല്ലാം വെപ്രാളും പ്രശ്നമുണ്ടായത് നൂഹ് നബി ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാചകം പറഞ്ഞപ്പോഴാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതവർ കേട്ടിട്ടില്ല ഇതുവരെ. ശരിയാണ്, പൂർവികന്മാരായ നബിമാർക്ക് അത് പറയേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഉപ്പാപ്പന്മാരെ കാലഘട്ടത്തിലുള്ള ആ രീതി തന്നെ പോരെ, എന്തൊരു പുതിയ പരിപാടി. ഇവിടെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത്, അതായത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുക എന്നുള്ള ദഅവത്ത് എന്താണ്? അള്ളാഹു അല്ലാത്ത ഒരു ഇടയാളില്ല എന്ന് അംഗീകരിക്കലാണ്. അല്ലെങ്കിൽ അള്ളാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കലല്ല കലിമത്തു ഷഹാദ. അള്ളാഹ്ക്ക് ഇടയാളില്ല എന്ന് അംഗീകരിക്കലാണ് കലിമത്തു ഷഹാദ. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കാരണം ഒരു ഡീപ്പ്, ഒരു കടുപ്പുള്ള വിഷയമാണത്. വളരെ ഗൗരവത്തിൽ നാളുകളായി ചിന്തിക്കുന്നൊരു വിഷയമാണ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തുകൊണ്ട് ലാ റബ്ബ ഇല്ലല്ലാഹ് ഇല്ല? ലാ റബ്ബ ഇല്ലല്ലാഹ് ആണെങ്കിൽ പ്രശ്നം തീർന്ന്. ആരുടെ ആവശ്യമില്ല, മൂസ നബിൻ്റെ ആവശ്യമില്ല. കാരണം ഫിറോൻ ലാ റബ്ബ ഇല്ലല്ലാഹിൻ്റെ ആളാണ്. ഇബ്രാഹിം നബിൻ്റെ ആവശ്യമില്ല. നമ്രൂദ് ലാ റബ്ബ ഇല്ലല്ലാഹിൻ്റെ ആളാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ആവശ്യമില്ല. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് ലാ റബ്ബ ഇല്ലല്ലാഹിൻ്റെ ആളാണ്. ഇവിടെയൊക്കെ പ്രശ്നം വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ്. വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തെക്കാളും അഷ്റഫുൽ ഖൽക്കിന് ശേഷം ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെക്കാളും അപകടം പിടിച്ചൊരു കാലഘട്ടമാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ മുർസലീങ്ങളെ കാലഘട്ടത്തിലും അല്ലാഹു തആല എന്താണോ ചെയ്തത് അത് മിക്കവാറും ഈ നൂറ്റാണ്ടിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ചരിത്രം പരിശോധിച്ച് അങ്ങനെ മനസ്സിലാകുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്താണ്? അൻ അൻദിർ ഖൗമക മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം. കെട്ടുകെട്ടുത്ത അദാബ് വരുന്നതിന് മുമ്പ് ആ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ. ഇതാണ് നൂഹ് നബി. എന്താണ് അത്ര വലിയ തെറ്റ് അവർ ചെയ്തത്? ഇത്ര വലിയ മുന്നറിയിപ്പ് റസൂൽ കൊടുക്കാൻ മാത്രം എന്താണ് തെറ്റ് ചെയ്തത്? എന്താണ് മുന്നറിയിപ്പ്? എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ എത്രയും പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാക്കണം. കാരണം ഇപ്പോൾ അവർ ലാ റബ്ബ ഇല്ലല്ലാഹിലാണ് ഉള്ളത്. നൂഹ് നബിൻ്റെ ഖൗം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അത് ലാ റബ്ബ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ആക്കി മാറ്റണം എന്ന് പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് പ്രയോജനപ്പെടുത്തുന്നതിന് ഇലാഹുകളെ ഉപയോഗിക്കുന്നുണ്ട് ഇവർ. ഇലാഹുകൾ മീൻസ് ഇടയാളുകൾ. അതാരാ? അഞ്ച് ഔലിയാക്കൾ. ആ 5 ഔലിയാക്കളുടെ ഖബറുകൾ മോടി പിടിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ഇലാഹുകളാക്കി മാറ്റി അവർ. ഉടൻ തന്നെ നൂഹ് നബിയോട് അള്ളാഹു തആല പറഞ്ഞു, ലാ ഇലാഹ എന്ന് പറ അവരോട്. അങ്ങനെ ഒരു ഇലാഹ് വേണ്ടെന്ന് പറ, അങ്ങനെ ഒരു ഇലാഹ് വേണ്ടെന്ന് പറ. ഇല്ലല്ലാ, നേരത്തെ അംഗീകരിച്ച അള്ളാഹ് തന്നെ മതി എന്ന് പറ. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. പ്രശ്നങ്ങൾ ഉണ്ടായത് എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്നു അള്ളാഹുവിനെ, അള്ളാഹുവാണ് എല്ലാം, അള്ളാഹു സമദാണ്, അള്ളാഹു ലം യലിദാണ് വലം യൂലദാണ്, ഞങ്ങൾക്കൊരു സംശയം അള്ളാഹിനെ പറ്റിയില്ല. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. ഈ പ്രപഞ്ചം അള്ളാഹിൻ്റെതാണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമ്മളെയും ജീവിപ്പിക്കുന്ന അള്ളാഹുവാണ്, നമ്മളെ മരിപ്പിക്കുന്ന അള്ളാഹുവാണ്. പിന്നെന്താ നൂഹേ ഞങ്ങൾ ചെയ്ത് തെറ്റ്? അതൊന്നുമല്ല നിങ്ങൾ ചെയ്ത് തെറ്റ്, നിങ്ങളത് അംഗീകരിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മതിയാകുകയില്ല. നിങ്ങൾ ഇപ്പോൾ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ, റബ്ബായ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഇലാഹാക്കിയിട്ടുണ്ട്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇടയാളാക്കിയിട്ടുണ്ട്. അതന്നെ അർത്ഥം വെക്കണം, വസായിത്തുകൾ തന്നെ അർത്ഥം വെക്കണം. ഇടയാളാക്കിയിട്ടുണ്ട്. അത് പറ്റൂല എന്ന് പ്രഖ്യാപിച്ചേ പറ്റൂ. തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഷഹാദത്ത് കൊടുക്ക അള്ളാഹ്ക്ക്. ആദ്യത്തെ ഷഹാദ നടന്നു. അള്ളാഹുവിന് കരാറ് കൊടുക്കാൻ ഇതുവരെ വദ്ദുസുവാഹ് യഹൂസ് മുതലായ ഔലിയാക്കളെ ജാറത്തിൽ ചെന്നിട്ട് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിത്തരണം തങ്ങളെ, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല തങ്ങളെ, നിങ്ങൾക്ക് സ്വന്തം തരാൻ കഴിയില്ലാന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും സാധിക്കൂല ഞങ്ങൾക്കറിയാം, അള്ളാഹ് നിങ്ങൾക്ക് തന്നത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. എന്നെ ലാ ശരീക്കൻ ഹുവലക്ക് സ്തംലിക്കുഹു വമാ മലക്ക്, അള്ളാഹ് നിങ്ങൾക്ക് തന്നതിൽ നിന്നാണ്, നിങ്ങൾക്കൊരു പോരിശ അള്ളാഹ് തന്നിട്ടുണ്ട്, നിങ്ങൾ വലിയ ആലിമീങ്ങളാണ്, ശേഖന്മാരാണ്, ഔലിയാക്കളാണ്, നമ്മളെ ഒന്നുമല്ല, അവിടെ നമ്മളെ കാര്യം ഒന്ന് പറ അള്ളാഹുവിനോട്. ഇത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ ഷിയാക്കൾ കാണിക്കുന്നതിൻ്റെ ഒരു 100% പോലും അവർ ചെയ്തിട്ടില്ല. എന്നിട്ടും അള്ളാഹു തആല അവർ വെള്ളപ്പൊക്കത്തിന് മുക്കിക്കൊന്നു കളഞ്ഞു. ഇന്ന് കാണിക്കുന്ന ഒരു 100% പോലും അവർ ചെയ്തിട്ടില്ല. അവർ ഒരിക്കലും അള്ളാഹുവിൻ്റെ അസ്മാകളോ സിഫാത്തുകളോ അള്ളാഹുവിൻ്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള അവൻ്റെ വുജൂദിലോ അല്ലെങ്കിൽ അവൻ്റെ മാലിക്കീയത്തിലോ ഖാലിക്കീയത്തിലോ തദ്ബീരിലോ ഇതിലൊന്നും ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. പക്ഷെ ആ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ മഹാന്മാർ വേണമെന്ന് മാത്രം. അവർക്കാണ് ഇലാഹുകൾ. ഇനി അഷ്റഫുൽ ഖൽഖിൻ്റെ കാലഘട്ടത്തിലേക്ക് പോവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലാക്കിയിട്ട് ഖുറൈശികളൊക്കെ നൂഹ് നബിൻ്റെ അതേ അവസ്ഥയാണ്. കാരണം അന്ന് മുശ്രിക്കുകൾ മക്കയിലെ ഖുറൈശികൾ കൃത്യമായി അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. അള്ളാഹുവാണ് എല്ലാം എന്ന് അംഗീകരിക്കുന്നവരാണ്. അള്ളാഹു അല്ലാതെ വേറെ ഒന്നുമില്ലാന്ന് അംഗീകരിക്കുന്നവരാണ്. അത് അള്ളാഹു തആല അവരെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല വെറുതെ നബിതങ്ങളെ കൊണ്ട് പറയിപ്പിച്ചവരെ കൊണ്ട് റാം ഒളിപ്പിക്കുകയല്ല ചെയ്തത്, അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഖുറൈശികളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്, എല്ലാം അള്ളാഹുവാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന്. ഖുർആൻ സൂറത്ത് യൂനുസ് എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? ഖുൽ, ചോദിക്കു നബിയെ അബൂജഹലോട്, ഉത്ബത്തോട്, ശൈബത്തോട്. അതേപോലെ ചോദിക്കൂ. ആരോടാണ് പറയുന്നത്? മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തായ നമ്മളോട്, ഇവിടുത്തെ മൗലാനമാരോട്, ശൈഖുനമാരോട്, ഇവിടുത്തെ കാരന്തൂരിയൻ ഷിയാക്കളോട്, അതേപോലെ തന്നെ ചേളാരിയൻ ഷിയാക്കളോട്, അതേപോലെ തന്നെ ഇഖ്വാനിയൻ ഷിയാക്കളോട്, ഈ ഷിയാക്കളോടൊക്കെ നിങ്ങൾ ചോദിക്കുക. അള്ളാഹു തആല റസൂലുള്ളാഹിനെ കൊണ്ട് അന്ന് ചോദിപ്പിക്കുന്നു, ഇന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നു. നമ്മൾ ചോദിച്ചേ പറ്റൂ. അപ്പോൾ അന്ന് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് എന്താണോ മറുപടി പറഞ്ഞത് അതിനേക്കാൾ കടുപ്പമുള്ള മറുപടിയാണ് ഇന്നത്തെ മൗലാനമാർ, ശൈഖുനമാർ, ഖാദിമാർ, മുദരിസുമാർ കൊടുക്കുന്ന മറുപടി. കേട്ടോളി, എന്താണ് അള്ളാഹു തആല ചോദിക്കാൻ പറയുന്നത്? ഖുൽ, ഇതാർക്കും അഭിപ്രായമില്ലല്ലോ. ഖുൽ, നബിയെ നിങ്ങൾ ചോദിക്ക് അബൂജഹലോട്, ഉത്ബത്തോട്, ശൈബത്തോട്. നിങ്ങൾ ഈ പറയുന്ന ലാ ഇലാഹ അംഗീകരിക്കാൻ അവർ തയ്യാറില്ലല്ലോ, അവരോടെന്നാ ചോദിക്ക്. അവരോട് മയ്യർസുക്കും മിനസ് സമാ, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാണ്? ആകാശത്തിൽ നിന്ന് റിസ്ക് നിങ്ങൾക്ക് തരുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത്, ആ മഴയിലൂടെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഈത്തപ്പഴം കായ്ക്കുന്നത്, പിടിക്കുന്നത്, ഇതൊക്കെ ആരാണ്? വൽ അർളി, ഭൂമിയിൽ നിന്ന് റിസ്കിനെ മുളപ്പിച്ചു തരുന്നത് ആരാണെന്ന് അവരോട് ചോദിക്കും. ഖുർആനാണ്, കഥയല്ല. ഖുറൈശികളോട് ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് അല്ലാഹു തആല ഏൽപ്പിക്കുന്നത്. കുൽ, തങ്ങൾ ചോദിക്ക്. മയ്യർസുക്കും മിനസ് സമാഇ വൽ അർള്,
ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്കിനെ ഉൽപ്പാദിപ്പിച്ച് തരുന്നത് ആരാണ്? ചോദിക്കും നബി അവരോട്. നിങ്ങളുടെ ഈ കേൾവി ശക്തി, നിങ്ങളുടെ കാഴ്ച ശക്തി, ഇതൊക്കെ ആരുടെ അധീനത്തിലാണ് എന്നവരോട് ചോദിക്കുക. അള്ളാഹ് ചോദിപ്പിക്കുകയാണ്. നിബിധങ്ങളെ കൊണ്ടാണ് ചോദിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഖുർആനാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. എന്നാലും ഏതെങ്കിലും സലഫി പണ്ഡിതൻ അയാളെ മനസ്സിനെടുത്ത് പറഞ്ഞു എന്നതൊന്നുമല്ല. ഖുർആൻ സൂറത്ത് യൂനുസിലാണ് സംഭവം. ചോദിക്കും നബിയെ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ശവത്തിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നത് ആരാണ്? ചത്ത് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവനുള്ള പുഴുക്കൾ പുറത്തു വരിക. അതാരാണ്? വമൻ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, ജീവിച്ചിരിക്കുന്നതിൽ നിന്ന് മരിച്ചു പോയതിനെ പുറത്തു കൊണ്ടുവരിപ്പിക്കുന്നവനാരാണ്? ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, വയറ്റുന്ന വന്ന കുട്ടി ചിലപ്പോൾ മയ്യത്തായിരിക്കും. അതാര് ചെയ്യുന്നതാണ്? ചോദിച്ചു നോക്കുന്നത്. വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ കംപ്ലീറ്റ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതൊന്ന് ചോദിച്ചു നോക്കിയ മുഹമ്മദ് നബി അബൂജഹലോട്, ഉത്ബത്ത് ഷൈബത്തോട്. അതേപോലെ തന്നെ അബൂജഹലിൻ്റെ അനുയായികളായ ഇന്നത്തെ കാലഘട്ടത്തിലെ മൗലാനമാരോട്, ശൈഖുനമാരോട്, മുദരിസുമാരോട്, ഖത്തീബുമാരോട്, ജമാഅത്ത് കമ്മിറ്റിയോട്, പ്രസിഡന്റിനോട്, സെക്രട്ടറിയോട് ഈ ചോദിക്കൽ അവിടെ നിൽക്കുന്നില്ലല്ലോ. മുഹമ്മദ് നബിൻ്റെ ഉമ്മത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഈ ചോദ്യം പ്രസക്തമാണ്. ഫസയഖൂലൂനല്ലാഹ്. ഫാക്ക് വലിയ അർത്ഥമുണ്ട് അറബി ഭാഷയിൽ. അപ്പോൾ മുഹമ്മദ് നബി ചോദിച്ചപ്പോൾ സയഖൂൽ, ഉടൻ തന്നെ അവർ മറുപടി പറയുന്നു, അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. ആരെ മറുപടി? അബൂജഹലിൻ്റെ, ഉത്ബത്തിൻ്റെ, ഷൈബത്തിൻ്റെ, ഖുറൈശികളുടെ മറുപടി അല്ലാഹ്. ഇവിടെയാണ് ഇവിടുത്തെ ഷീഇ മൊല്ലന്മാർ, ജൂതൻ്റെ ആൾക്കാരായ ഇവിടുത്തെ കാളിമാർ, ഖത്തീബുമാർ, മുദരിസുമാർ, മൗലാനമാർ, ഷെയ്ഖുനമാർ, കാസിമിയാക്കൾ, ബാക്കവിയാക്കൾ, അസരിയാക്കൾ, അതേപോലെ തന്നെ ഫൈസിയാക്കൾ, അങ്ങനെ പിന്നെ സഖാഫിയാക്കൾ, അങ്ങനെ ഇത് അബൂ താലിബിൻ്റെ അനുയായികൾ. അബൂ താലിബിൽ നിന്ന് അബൂജഹിലൂടെ പാരമ്പര്യം കിട്ടിയവർ. അബൂ താലിബിൽ നിന്ന് പാരമ്പര്യം കിട്ടിയവർ. അബൂ താലിബ് ആലിമാണ്, ആർക്കും സംശയമില്ല. ഇവരും ആലിമാണ്. അബൂ താലിബ് 8 കൊല്ലം റസൂലുള്ളാഹി തങ്ങളുടെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതിയ ആളാണ്. ഇവർ 12 കൊല്ലം 15 കൊല്ലം അറബി കോളേജിൽ നിന്ന് കിതാബ് ഓതിയ ആളാണ്. അബൂ താലിബ് അഷ്റഫുൽ ഖൽക്കിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവരും ശൈഖുനമാരിൽ നിന്നും മൗലാനമാരിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു പാരമ്പര്യം അങ്ങനെയാണ്. ഷിയാക്കളെ പാരമ്പര്യം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അലിൻ്റെ ബാപ്പ അബൂ താലിബിൽ നിന്ന് അങ്ങനെ പോകും. മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് ഇവർക്ക് ടച്ചില്ല. ഇവർ മുഹമ്മദ് റസൂലുള്ളാഹിനെ പൈസ ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഷിയാക്കൾ. ഒന്നിക്ക് ദിക്ക് സലാത്ത് അൽക്ക, അല്ലെങ്കിൽ ദിക്ർ അൽക്ക, അല്ലെങ്കിൽ ബിരിയാണി അൽക്ക, അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഇവർ റസൂലുള്ളാഹിനെ ഉപയോഗിക്കുള്ളൂ. തരീഖത്തിൻ്റെ ആൾക്കാർ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഉപയോഗിക്കില്ല. തരീഖത്തിൻ്റെ ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കുക ഷെയ്ഖിനെ ആയിരിക്കും. അവർ ബയ്യത്ത് ചെയ്തിരിക്കുന്ന ഷെയ്ഖാണ് അവരെ ചർച്ച. മുഹമ്മദ് റസൂലുള്ളാഹി ചർച്ചയില്ല. അവർ ഇതൊക്കെ ഷിയാക്കൾ പണ്ട് ജൂതൻ അബ്ദുല്ലാഹിബിൻ സബയിലൂടെ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 2 മാസമാകുമ്പോഴേക്കും ഷീയത്ത് തുടങ്ങി. അത് ഇന്നലെ പിന്നെ കാരം തോറുന്നും മിഞ്ഞാന്ന് പിന്നെ ചേളാരിൽ നിന്നും തുടങ്ങിയതല്ല. അഷ്റഫുൽ വഫാത്തായിട്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഇവരെ പോലെയുള്ള ആൾക്കാരുണ്ടാകാൻ തുടങ്ങി, കൊടിയ കാഫിരിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്ത് കാലത്ത് എന്തായിരുന്നു വഫാത്താകുന്നവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? മുസ്ലിമീങ്ങളെ നേരെയാക്കാൻ മെനക്കെടുകയായിരുന്നോ, അതോ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മറ്റുള്ളവരെയും നേരെയാക്കാൻ മെനക്കെടുകയായിരുന്നോ? ആകെ 2 കൊല്ലമാണ് ഇവരെ ഖലീഫയായിട്ടുണ്ടായിരുന്നത്. ഈ 2 കൊല്ലം അബൂബക്കർ സിദ്ദീഖിൻ്റെ ജോലി എന്തായിരുന്നു? ഈ 2 കൊല്ലം അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ നിന്ന് ഷഹാദത്ത് ബാത്തിലാക്കിയിട്ട് പുറത്തു പോയവരെ നേരെയാക്കലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അഷ്റഫുൽ ഖൽക്ക് വഫാത്തായിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മുസ്ലിമായ, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, റസൂലുള്ളാഹിൻ്റെ ഒപ്പം ഹജ്ജ് ചെയ്ത, റസൂലുള്ളാഹിൻ്റെ ഒപ്പം മദീനത്ത് താമസിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അൻഹു കൊന്നു കളഞ്ഞില്ലേ? എന്താ കാര്യം? റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്ത, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം നിസ്കരിച്ച, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ജീവിച്ച ആൾക്കാർ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പിന്നെയാണോ ഈ 1400 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ എന്ത് ചെയ്താലും പിടിച്ചു നിർത്തുന്നത്?
ഇവിടെയാണ് ആ സംശയം നമുക്ക് തീർത്തേണ്ടത്. അവിടെയാണ് മുസൈലിമത്തുൽ കദ്ദാബ് ഹിന്ദു അല്ല, ക്രിസ്ത്യാനി അല്ല, ജൂതനല്ല, മജൂസി അല്ല, വേറൊരു മതക്കാരനും അല്ല. പ്യൂർ മുസ്ലിമാണ് മുസൈലിമത്തുൽ കദ്ദാബ്. പക്ഷെ അദ്ദേഹം ഷഹാദത്ത് ബാത്തിലാക്കിയപ്പോൾ അദ്ദേഹത്തെ അബൂ സിദ്ദീഖ് അള്ളാഹുവിനെ കൊന്നു കളഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ നിസ്കരിക്കുന്ന മുസ്ലിമിനെയാണ് അബൂ സിദ്ദീഖ് കൊന്നത്? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? പിന്നെ എങ്ങനെ മുസ്ലിമിനെയാണ് വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിനെയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ്? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, അവർ നോമ്പ് വെക്കുന്നവർ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ചരിത്രത്തിൽ എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റയുടെ 8-ാം കൊല്ലം, റസൂലുള്ളാഹി തങ്ങൾ 9-ാം കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് വേണ്ടി തീരുമാനിച്ചു. ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഹിജ്റയുടെ 9-ാം കൊല്ലം, മക്കം ഫത്ഹിന് ശേഷം 8-ാം കൊല്ലമാണ് മക്കം ഫത്ഹ്. 9-ാം കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അഷ്റഫുകൾക്ക് പെട്ടെന്ന് ആ പോക്ക് ക്യാൻസലാക്കി. എന്താ കാര്യം? ആ ഹജ്ജിൽ നബിതങ്ങളോടൊപ്പം പാരമ്പര്യ മുസ്ലിമീങ്ങൾ പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. നബിതങ്ങൾ അറിഞ്ഞു. അതായത് ഇന്നത്തെ ഈ നമ്മൾ കാണുന്ന ഈ 98% ഷിയാക്കളെ പോലെയുള്ളവർ അന്ന് ആ പാരമ്പര്യ മുസ്ലിമീങ്ങൾ അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പോക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി തങ്ങളോടൊപ്പം അവർ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് യാത്ര ക്യാൻസലാക്കി അബൂബക്കർ സിദ്ദീഖിനെ അമീറാക്കി അയച്ചു. ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ പോയില്ല. കാരണം ഈ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് അമീറാവാൻ റസൂലുള്ളാഹി തങ്ങൾ തയ്യാറായില്ല. കാരണം ഇവർ ജാറത്തിൻ്റെ ആൾക്കാരാണ്. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കിയവരാണ്. ഇവർ ലാത്ത തങ്ങളെ കൊണ്ടും ഉസ്സ തങ്ങളെ കൊണ്ടും ഇടക്ക് നിൽക്കാൻ ഇടയാളുകളാക്കി അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ വാങ്ങിത്തരുന്നവരാണ്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. അതേപോലെ തന്നെ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ മറ്റുള്ളവരെ കാണുന്ന ലാ ഇലാഹ ഇല്ലല്ലക്ക് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്തവരാണ് ഇവർ. ലാ റബ്ബ ഇല്ലല്ലൻ്റെ ആൾക്കാരാണ്. ഇന്നത്തെ പാരമ്പര്യ മുസ്ലിങ്ങളെ പോലെ ലാ റബ്ബ ഇല്ലല്ലൻ്റെ ആൾക്കാരാണ് ഇവർ. ലാ ഇലാഹ ഇല്ലല്ലക്ക് പോയില്ല റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒന്നിച്ച് അമീറാക്കി അയച്ചു. കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. എന്നിട്ട് അലി അള്ളാഹുവിനെ ഏൽപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ ഈ ഹജ്ജിൽ മക്കത്തുനിന്ന് കഅബത്തുനിന്ന് പ്രഖ്യാപനം നടത്തണം. ഈ കൊല്ലത്തിന് ശേഷം ഈ ലാ റബ്ബ ഇല്ലല്ലൻ്റെ ആൾക്കാരും ഇനി മേലിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ ഫലാ ഫീ ബഅദ ആമിഹിം ഹാദാ ഫലാ തഖറബുൽ മസ്ജിദൽ ഹറാം. മുശ്രിക്കീങ്ങൾ നജസാൻ. ഇന്നമൽ മുശ്രിക്കു നജസുൻ. ആരെ പറ്റിയാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്? ഹിന്ദുക്കളെ പറ്റിയോ? അന്ന് ഹിന്ദുക്കളുണ്ടോ മക്കത്ത്? ക്രിസ്ത്യാനികളെ പറ്റിയോ? അന്ന് ക്രിസ്ത്യാനികളുണ്ടോ മക്കത്ത്? മജൂസികളെ പറ്റിയോ? അന്ന് മജൂസികളുണ്ടോ മക്കത്ത്? കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയോ? അന്ന് കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ മക്കത്ത്? ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിൽ മുശ്രിക്കീങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങൾ മാലോകരത്ത് ഇന്നത്തെ മാതിരി വാട്സപ്പ് അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ. കാരണം ആടെയുള്ളവരല്ലേ അത് കേൾക്കുള്ളൂ. അത് വാട്സപ്പും കുർസപ്പൊന്നും ഇല്ലല്ലോ. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്ന് പറഞ്ഞാൽ ആ മുശ്രിക്കാരാണ്. കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരെയാണ് അല്ലാഹു തആല മുശ്രിക്ക് എന്ന് വിളിച്ചത്. ഇവിടെ നജസ് എന്ന് പറഞ്ഞത് കൃത്യമായി നോമ്പ് നോക്കുന്നവർ, കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവർ. അതുകൊണ്ടാണല്ലോ നിബിധങ്ങൾ ഒന്നിച്ച് ഹജ്ജിന് ഏർപ്പെട്ടെന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ അവരോട് വരണ്ടെന്നല്ല പറഞ്ഞത്. നിബിധങ്ങളെ പോകാൻ തയ്യാറായില്ല. കാരണം ഈ ഷിയാക്കൾക്ക് അമീറായിട്ട് പോകാൻ പറ്റൂല. ഇന്നത്തെ കാര്യം അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രൂപ്പുകളൊക്കെ ഷിയാക്കളെ അമീറാക്കിയിട്ട് പോകുന്ന ഷിയാക്കളായ ഹജ്ജ്മാരെയും കൊണ്ട് പോകുന്ന അമീറന്മാരുടെയും ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി തങ്ങളുടെ മുത്തബികൾക്ക് പോവില്ല, ഒരിക്കലും പോവില്ല. അവരൊന്നും ചെയ്യാൻ പോവില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവില്ല എന്ന്. അവർ നിൽക്കുന്നില്ലേ? നിൽക്കിച്ചോട്ടെ. അവർ അബൂജഹലും നിൽക്കിച്ചിട്ടില്ലേ? ഇവർ നോമ്പ് വെക്കുന്നില്ലേ? നോമ്പ് വെച്ചിട്ടെ. ലാ ഇലാഹ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വഹദ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പ്രഖ്യാപിക്കാൻ ഏർപ്പാടാക്കി. റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു, മുശ്രിക്കീങ്ങൾ നജസാണ്.
എന്നുവെച്ചാൽ ജാറങ്ങളിൽ പോകുന്നവർ നജസാണ്. നജസ്സിനെ തുറന്ന് നിൽക്കിരിക്കാൻ പറ്റുമോ? തൂട്ടുള്ള തുണി കൊടുത്തിട്ട് നിൽക്കിരിക്കും ഒരാൾ. പിന്നെ എങ്ങനെയാണ് ജാറത്തിൽ പോകുന്ന ഇമാമിനെ തുറന്ന് നിൽക്കിരിക്കുക? അയാൾ കംപ്ലീറ്റ് നജസാണ്. ഇവൻ്റെ തുണിയല്ലേ നജസ്സുള്ളൂ. തീട്ടോ മൂത്രോ ആയാൽ തുണി മാത്രമേ നജസ്സാവുള്ളൂ. ഇത് ഇമാമേ നജസ്സാണ്. ഇന്നമൽ മുശ്രിക്കൂ നജസ്. പിന്നെ അതിന് വേറെ വ്യാഖ്യാനം ഒന്നും കൊടുത്തിട്ടൊന്നും കൊളാക്കണ്ട. ഇന്നമൽ മുശ്രിക്കൂർ നജസ്സുൻ എന്ന് മക്കത്തുനിന്ന് പ്രഖ്യാപിക്കാമെന്ന് മക്കാരോടാണ്. പുറനാട്ടുകാരും ഒന്നുമില്ല. അന്ന് മാസങ്ങൾ യാത്ര ചെയ്തിട്ടൊന്നും ആരും ഹജ്ജിന് വരാൻ തയ്യാറാവാറില്ല. ഖുറൈശികളെ ജോലിയാണ് ഹജ്ജ്. അവരെ പറ്റിയാണ് ഇന്നമൽ മുശ്രിക്കൂൻ നജസ്സുൻ. എന്നിട്ട് എന്താ പറഞ്ഞേ? ഫലാ തഖറബുൽ മസ്ജിദൽ ഹറാം ബഅദ ആമി ഹാദാ. കഅബാലയത്തിലേക്ക് ഈ കൊല്ലം കഴിഞ്ഞാൽ ഒരു കുട്ടി പ്രവേശിക്കാൻ പാടില്ല. ഓർഡർ എന്നുവെച്ചാൽ ഷിയാക്കൾ ഒരിക്കലും ഹജ്ജിന് വരാൻ പാടില്ല. സൗദി ഗവൺമെൻറ് അത്ര വലിയ ധൈര്യമൊന്നുമില്ല പറയാൻ. സൗദി ഗവൺമെൻറ്റിന് 50 ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ 30 ലക്ഷം ഹാജിമാരുണ്ടെങ്കിൽ അതിൽ 29.25 ലക്ഷവും ഷിയാക്കളാണ്. ബാക്കിയുള്ളത് മാത്രം സലഫികൾ ഹജ്ജിന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് സൗദി ഗവൺമെൻറ് വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ ശത്രുതയൊന്നും പ്രകടിപ്പിക്കുക. നിങ്ങളാൾ തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങളാളാണ്. 100% സൗദി ഭരണകൂടം 100% അതിൽ സുന്നയാണ് അല്ലെങ്കിൽ സലഫിയത്തിലാണെന്നൊന്നും പറയാൻ നമ്മളില്ല. ഇവിടെ സൗദി ഭരണകൂടം നമുക്ക് യാതൊരു ബന്ധമില്ല. നമുക്ക് ബന്ധം ആലു ഷെയ്ഖുമായിട്ടാണ് ബന്ധം. ആലു സൗദുമായിട്ടല്ല നമുക്ക് ബന്ധം. ആലു ഷെയ്ഖുമായിട്ടാണ് നമുക്ക് ബന്ധം. ആലു ഷെയ്ഖിൻ്റെ നടപടിക്രമങ്ങളോടാണ് നമുക്ക് യോജിപ്പും അതേപോലെ തന്നെ സപ്പോർട്ടും. നല്ലത് ആലു സൗദിനോടല്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞു. അലി അല്ലാഹു തആല പ്രഖ്യാപിച്ചു. പിറ്റത്തെ കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി. ഹജ്ജത്തുൽ വിദാ. ഒരൊറ്റ മുശ്രിക്ക് പോലും ഇല്ലാത്ത ഹജ്ജ്. പ്യൂർ മുവഹിദുകളുള്ള ഹജ്ജ്. അതുവരെയും ജാറത്തിൻ്റെ ആൾക്കാർ മക്കത്തും മദീനത്തുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? പ്യൂർ മുസ്ലിം മുഅ്മിനീങ്ങളുടെ മുവഹിദികളുടെ ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചു. ആ ഹജ്ജത്തുൽ വിദാ, ഖുതുബത്തുൽ വിദാ തിരിച്ചു വന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അഷ്റഫുൽ വഫാത്താവുകയും ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമുഖീകരിച്ച ഖുറൈശി സമൂഹം നമ്മൾ ഈ കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ചാൽ ആരുടെ കൂട്ടത്തിലാണ് കൂട്ടാൻ പറ്റുക? ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ കൂട്ടാൻ പറ്റുമോ ഖുറൈശികളെ? ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ കൂട്ടാൻ പറ്റുമോ ഖുറൈശികളെ? ഇല്ല. ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഒന്നിച്ചേ കൂട്ടാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളെക്കാൾ പിന്നെയും നല്ലവരാണ് അവർ. കാരണം പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഔലിയാക്കളാണ് കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നാണ്. ആ ഖുറൈശികളായ പാരമ്പര്യക്കാർ ഔലിയാക്കളിലൂടെ അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നാണ്. ആരാണ് അപകടകാരികൾ? ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ പ്രസക്തി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഖുറൈശികളോട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞത്. സഫാ മലൻ്റെ മേലെ കയറിയിട്ട് പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. എന്തുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല? ഇവിടുത്തെ ഷിയാക്കളായ മൊല്ലന്മാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, ഖുറൈശികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ. അതെ, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ എത്ര കൊല്ലം കിതാബ് ഓതിയിട്ടും കാര്യമില്ല. ഖുറൈശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം അറിയാം. അതുകൊണ്ടാണ് ഖുറൈശികൾ ചോദിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ. ഒരുപാട് ഇലാഹുകളെ, ഒരുപാട് ഔലിയാക്കളെ ഒറ്റൊരല്ല മതി എന്നാണോ ഈ മുഹമ്മദ് പറയുന്നത്? ഈ ഔലിയാക്കളെ ഒക്കെ ഞങ്ങൾ ഒഴിവാക്കണമെന്നാണോ പറയുന്നത്? ഞങ്ങൾ റബ്ബായിട്ട് അള്ളാഹിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, ഇലാഹായിട്ട് ഞങ്ങൾ ഔലിയാക്കന്മാരെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. മുഹമ്മദ് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റ അള്ളാഹിനെ, റബ്ബായ അള്ളാഹിനെ ഇലാഹു ആക്കണം എന്നാണ് മുഹമ്മദ് പറയുന്നത്. അതിനെപ്പറ്റി ഇവർ പറഞ്ഞ വാക്ക് ഖുർആൻ അല്ലാഹ് പറയുന്നു, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ. മുഹമ്മദ് എല്ലാ ഇലാഹുകളെയും കൂടിയിട്ട് ഒറ്റ ഇലാഹു മതി എന്ന് പറയുകയാണ്. എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? താരിഖു യഖൂലൂന ഇന്ന താരിഖു ആലിഹ ഇന്ന ലതാരിഖു ആലിഹത്തിനാ ലിശായിരിൻ മജ്നൂൻ. ഈ പിരാന്തനും കവിയുമായ മുഹമ്മദ് പറയുന്നതനുസരിച്ച് ഞങ്ങളെ ഔലിയാക്കളെയൊക്കെ വിടണമെന്നോ? ഞങ്ങളെ കാര്യങ്ങളൊക്കെ അവരല്ലേ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരുന്നത്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹിനടുക്ക് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവർ ഈ ഔലിയാക്കളാണ്. ഓരോ ഇലാഹു, ഓരോ കുടുംബത്തിനൊരു ഇലാഹു വേറെ. നെല്ലൂർ ഗോത്രത്തിന് വേറൊരു ഇലാഹ്, ഔസ് ഗോത്രത്തിന് വേറൊരു ഇലാഹ്,
അതേപോലെ തന്നെ ഖുറൈശി തറവാട്ടിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ഇലാഹുകൾ, സൂക്കേട് മാറ്റാൻ മമ്പർത്ത തങ്ങൾ, കടം വീട്ടിത്തരാൻ അജ്മീറിലെ തങ്ങൾ, അതേപോലെ തന്നെ പുരവൻ്റെ പണി പൂർത്തിയാക്കി തരാൻ നാവൂർ തങ്ങൾ, അതേപോലെ തന്നെ പെമ്മക്കക്ക് പുതിയാപ്പളിനെ കിട്ടാൻ പിന്നെ ഉള്ളാളത്തെ തങ്ങൾ, അതേപോലെ തന്നെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും പെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ സി എം മുസ്ലിയാർ, അങ്ങനെ വ്യത്യസ്ത ഇലാഹുകൾ. അതന്നെ ഖുറൈശികളുടെ ഇലാഹുകൾ. അതുകൊണ്ടാണ് ഖുറൈശികൾ അങ്ങനെ പറഞ്ഞത് അജഅലൽ ആലിഹത്ത ഇലാഹം വാഹിദ. ഞങ്ങൾ പല ആവശ്യങ്ങൾ നടത്തുന്ന ഈ ഔലിയാക്കളെ കൊണ്ടാണ്, എല്ലാം കൂടി ഒന്ന് മതി എന്ന് മുഹമ്മദ് പറയുന്നു. ഈ കവിക്ക് ഈ മുഹമ്മദ് ഈ കവി ഷായിരി മജ്നൂൻ, ഷായിർ എന്ന കവി, ഈ കവിയായ മജ്നൂൻ പിരാന്തനായ മുഹമ്മദിന് വേണ്ടി ഞങ്ങൾ ഔലിയാക്കന്മാർ ഇന്ന ഹാദാല ശൈഉൻ നുജാബ്, ഇന്ന ഹാദാല് ഇതേപോലെ തന്നെയല്ലേ ഇപ്പോഴത്തെ ഇവിടുത്തെ അവിടെ പിന്നെ ഞങ്ങളെ മറ്റോനാന്ന് പറഞ്ഞപ്പം അതിനെ ഏറ്റുപിടിച്ചിട്ട് കുറേ ശേഖന്മാർ തലി കിട്ടും അള്ളാഹ് പേര് പോലും പറയാൻ പറ്റില്ല. അബൂജഹലിൻ്റെ പേര് പിന്നെയും പറയാം, അത്ര പോലെ ഈ മൗലമാരുടെ പേര് പറയാൻ പറ്റില്ല. അത്ര വൃത്തികെട്ട ഷർറുദ്ദവാബ്, ജീവികളിൽ വെച്ച് ഏറ്റവും നീചന്മാരും നികൃഷ്ടന്മാരും. എങ്ങനെ ഷർറു മൻ തഹത അദീമി സമാ, ആകാശത്തിൻ്റെ ചോട്ടിൽ ഇത്ര വൃത്തികെട്ടൊരു സൃഷ്ടി ഇതിന് ലോക ചരിത്രത്തിൽ നൂഹ് നബി മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടില്ല. നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെ ഇത്രയും കടുപ്പപ്പെട്ട നജസ്സുകൾ ഉണ്ടായിട്ടില്ല. അത്ര അപകടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, 21-ാം നൂറ്റാണ്ട് ഭയങ്കരമായ അപകടത്തിൻ്റെ നൂറ്റാണ്ടാണ്. ഈ ഉമ്മത്തിലെ ഈ മുസ്ലിം എന്ന് പറയുന്ന പാരമ്പര്യക്കാരെ ഒന്നിനെപ്പോലും ബാക്കി വെക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യാനിടയുണ്ട്. അതായത് ഈ നൂഹ് നബി തൊട്ട് ഇങ്ങോട്ടുള്ള 9000 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇത്ര വൃത്തികെട്ടൊരു സമൂഹം അള്ളാഹിൻ്റെ പേരിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽക്കിൻ്റെ ശേഷമുള്ള കാലഘട്ടം എടുക്കുകയും, അഷ്റഫുൽ ഖൽക്കിൻ്റെ ശേഷമുള്ള കാലഘട്ടം, ഈ 14 നൂറ്റാണ്ട് കാലഘട്ടം, ഈ 15 നൂറ്റാണ്ട് കാലഘട്ടം, ഈ കഴിഞ്ഞ 13 നൂറ്റാണ്ട് കാലഘട്ടത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര വൃത്തികെട്ടൊരു സമൂഹം ജീവിച്ച ചരിത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കാരും ഈ മൗലാന ശൈഖുനമാരും ഈ 98% മേലാളന്മാരും ഉണർന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് രക്ഷയില്ല, സെൽഫികൾക്ക് രക്ഷയില്ല, ആർക്കും രക്ഷയില്ല. അതിന് ഏക കാരണക്കാർ ഈ ആലിഹത്തുകളുടെ ആൾക്കാർ മാത്രമായിരിക്കും. ഈ ആലിഹത്തുകളുടെ ആൾക്കാർ മാത്രമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് ഭയങ്കരമായൊരു സംഭവമാണ്. നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെ അല്ലാഹു ആണ് റബ്ബ് എന്ന് അംഗീകരിച്ച സമൂഹത്തോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം ഖുറൈശികൾക്കറിയാം. അബൂജഹൽ, ഉത്തുബത്ത്, ശൈബത്തുമാർക്ക് എന്താണ് മുഹമ്മദ് പറയുന്നത് എന്നറിയാം, എന്താണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നതെന്നും അറിയാം. ഇലാഹ് എന്നതിൻ്റെ മാന അറിയുന്നത് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറയാതിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ, അബൂജഹലുകാർ, ഇവർ പറയുന്ന വിഷയമുണ്ട്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ. അതെ, ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും അധികാരത്തിനും പണത്തിനും വേണ്ടി മാത്രം ഒരു വിവരവുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ഇവർ പറയുന്നത്. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ഇവർ പറയുന്നത്. അതെ, ഖുറൈശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് അബൂലഹബിന് അറിയാം. അതുകൊണ്ടാണ് അബൂലഹബ് തബ്ബൻ ലക യാ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അംഗീകരിച്ചാലുള്ള ഭവിഷ്യത്ത് ഇവിടുത്തെ കാരന്തൂരി ഷിയാക്കൾക്കും അറിയാം, അതേപോലെ തന്നെ ചേളാരിയൻ ഷിയാക്കൾക്കും അറിയാം. ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അന്ന് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞപ്പോൾ അബൂലഹബ് പേടിച്ചു. ആ അബൂലഹബിൻ്റെ അനുയായികളായ മൗലാനമാരും ശൈഖുനമാരും ഖാദിമാരും മുദരിസുമാരും അതേപോലെ തന്നെ പള്ളി കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റുമാരും ഭയപ്പെടുന്നു. ജനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേക്കുമോ അംഗീകരിച്ചേക്കുമോ എന്ന്. അന്ന് അബൂലഹബ് പേടിച്ചതുപോലെ ഇന്ന് ഇവരും പേടിക്കുന്നു. അന്ന് അബൂലഹബ് പൊട്ടിത്തെറിച്ചിട്ട് അഷ്റഫുൽ ഖൽക്കിനോട് ചോദിച്ചത്, അൽ ഹാദാ ജമഅതന മുഹമ്മദ്, നീ നശിച്ചു പോട്ടെ മുഹമ്മദേ, നീ ഹലാക്കായി പോട്ടെ മുഹമ്മദേ, അലിഹാദ ജമാഅത്തന, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണോ നീ ഞങ്ങളെ ഒഴിപ്പിച്ചു കൂട്ടിയിരിക്കുന്നത്? ഞങ്ങളെ പരമ്പരാഗതമായി ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങളെ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവില്ലെന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ ഉപയോഗിക്കുന്ന ഇലാഹുകളൊന്നും വേണ്ട, ഈ ഔലിയാക്കളൊന്നും വേണ്ട, നീ പറയുന്ന അള്ളാഹ് മാത്രം മതിയെന്ന് ഈ തോന്നിയവാസം പറയാനാണോ? കാരണം ആ സമയത്ത് കഅബാലയത്തിലെ പൂജാരി അബൂലഹബായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് സഫായിൽ വെച്ച് ഇത് പറയുമ്പോൾ കഅബാലയത്തിലെ പൂജാരി അബൂലഹബായിരുന്നു. 300 ചില്ലാനം ജാറങ്ങളിൽ വരുന്ന മുഴുവൻ പൈസയും കൊള്ളയടിക്കുന്നത് അബൂലഹബായിരുന്നു.
അബൂലഹബ് ആ കാലഘട്ടത്തിലെ ഖനിയായിരുന്നു, ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, ഒരുപാട് ഗുണ്ടകളുടെ ആളായിരുന്നു. ജാറുവുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണ് ഗുണ്ടകൾ കൂടുതൽ ഉണ്ടാകുക. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ആ ഗുണ്ടകളെ വെച്ചുകൊണ്ടാണ് അബൂലഹബ് അന്ന് പറഞ്ഞത്, മുഹമ്മദോട് പറഞ്ഞേക്ക്, മുഹമ്മദിൻ്റെ അള്ളാനെ ഒന്നുകൂടെ വിലപ്പോവില്ല, എൻ്റെ പണവും എൻ്റെ ആൾക്കാരും ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞേക്ക് മുഹമ്മദിനോട്. അപ്പോഴാണ് ബാക്കി ആയത്തിറങ്ങിയത്, മാ ഗിനാന്നു മാലുഹു മാ കസബ് എന്ന ആയത്തിറങ്ങിയത്. അവൻ്റെ പണവും അവൻ്റെ സമ്പാദ്യവും അവൻ്റെ ഗുണ്ടകളും ഒന്നും ഉപകരിക്കില്ല മുഹമ്മദ് നബി, ധൈര്യമായിട്ടിരുന്നോളിനെന്ന് എല്ലാം കാര്യമായി കൊടുത്തു. അതെ, ചിലപ്പോൾ അതിഭയങ്കരമായ ഉരുൾപൊട്ടലുകൾ വന്നേക്കാം. ആ സമയത്ത് പല സിറ്റികളും വീണ്ടും ചാലിയാറിലേക്ക് ഒഴുകിയേക്കാം. എന്തൊക്കെ സംഭവിക്കുന്ന അള്ളാഹ്ക്കല്ലാണ്ട് വേറൊരു മഖ്ലൂക്കിനും അറിയില്ല, നിയന്ത്രിക്കാനും കഴിയില്ല. അത്ര അപകടം പിടിച്ച വഴിയിലൂടെയാണ് വർത്തമാന കാലഘട്ടത്തിൽ ജനം പോകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയും അഷ്റഫുൽ ഖൽഖ് തൊട്ട് ഇന്നേ വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നാവ് കൊണ്ട് ഷഹാദത്ത് പറഞ്ഞ ഒരാളും അള്ളാഹു അല്ലാത്ത ഒരു പടച്ചോനുണ്ട്, അല്ലെങ്കിൽ ഖാലിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു മാലിക്കുണ്ട്, ഒരു മുദബ്ബിറുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കാത്തൊരു സമൂഹം ഉണ്ടായിട്ടില്ല. അള്ളാഹിൻ്റെ റുബൂബിയത്തിനെയും കൂടി നിഷേധിച്ചുകൊണ്ടാണ് ആധുനിക ഷീഈസം പുറത്തു വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ദുരന്തം കടുത്തതായിരിക്കും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ അല്ലാഹുമ്മ ഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നാ ഇലൈക ഗൈറ മഫ്തൂൻ. ദുആ ചെയ്യേണ്ട സമയമാണ്. കാത്തിരുന്ന് കാണാം. അല്ലാഹു മാപ്പാക്കി തരട്ടെ. അല്ലാഹു കാര്യങ്ങൾ ബോധ്യത്തോട് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്തു തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയും വിപ്ലവത്തിൻ്റെ വാചകമായത് എന്തുകൊണ്ട്? കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാക്കാനും അതിൽ കൂടുതൽ ഊഴ്ന്നിറങ്ങാനും. മരിക്കുന്ന സമയത്ത് മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിക്റിലിറ്റ് മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാതെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഒരുത്തൻ്റെ മുദ്രാവാക്യമെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് 500 കൊല്ലം 600 കൊല്ലം ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു പൂർവിക നബിമാരെ കാലഘട്ടത്തിൽ. 500 കൊല്ലത്തെ ഇബാദത്ത് ഒരു തുലാസിന്, മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട നമ്മളെ ഇബാദത്ത് ഒരു തുലാസിനും തൂക്കുക. തുലാസിൽ ഏത് തുലാസാ തൂക്കം കൂടെ 500 ഈ 60 എന്നാലും അഷ്റഫുൽ ഖൽക്കിൻ്റെ ഉമ്മത്ത്, മുഹമ്മദി ഉമ്മത്ത്, അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കട്ടി കൂടുതലാണ്. കാരണം കാലഘട്ടം ഇതാണ്. അതുകൊണ്ട് ദിക്റിലിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ദിക്റുകൾക്ക് നടത്തിയിട്ട് മരിക്കാമെന്ന് ആരും കരുതിപ്പോണ്ട. ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം എൻ്റെ അള്ളാഹു മാത്രം എന്ന് ജീവിച്ച് തെളിയിച്ച് മരിക്കാൻ നേരത്തും ആ അള്ളാഹു മാത്രം എൻ്റെ അള്ളാഹിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായി തെളിയിച്ചൊരു കാര്യമുണ്ട്. അള്ളാഹ് മാത്രം, ആ അള്ളാഹിനെ ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറയേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഷഹാദത്ത് ഉറപ്പിച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കാൻ പോകുന്നത്. പിന്നെ മരിക്കുന്ന സമയത്ത് പോയി ഇപ്പം മുസ്ലിമായിട്ട് മരിക്കല. മരിക്കാൻ നേരത്തെ ആരെങ്കിലും ചൊല്ലി കൊടുത്തിട്ട് മുസ്ലിമായിട്ട് ചാകലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പ്രഖ്യാപിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ മുഹമ്മദ് റസൂലിയും ഇല്ല. മരിക്കാൻ നേരത്തെ ഒരു മോമിനും മുഹമ്മദ് റസൂലിയും പറയേണ്ടിയില്ല, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, മൻ ഷഹീദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നല്ല, അത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആണോ നിൻ്റെ ജീവിതത്തിൽ? നിൻ്റെ അമലുകളെ പറ്റിയൊന്നും നീ പ്രശ്നമേ ചിന്തിക്കേണ്ടിയില്ല, അത് ഞാൻ ഏറ്റവും അള്ളാഹ് പറഞ്ഞത്. എന്തൊരു സന്തോഷമുള്ള വാക്കാണ് മുഅ്മിനീങ്ങൾക്ക്, മുവഹ്ഹിദുകൾക്ക്. എന്താ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആണോ? ഒരു ദീനാറ് ദിർഹമിനെ പോലും മഅബൂദാക്കാതെയാണോ നീ ജീവിക്കുന്നത്? ജാറത്തിൽ പോകാതിരിക്കുന്നത് മാത്രമല്ല തൗഹീദ്. ഒരു ദീനാറോ ദിർഹമോ എൻ്റെ ജീവിതത്തിൻ്റെ വഴി നിശ്ചയിക്കുന്നതാണെന്ന് വിശ്വസിച്ച് പോയാൽ തൗഹീദിന് പോറലേൽപ്പിക്കും. ആ രീതിയിൽ നീ ജീവിക്കണം. ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, എൻ്റെ റബ്ബിൻ്റെ ഇടയിൽ ഒന്നിനും ഞാൻ പരിഗണിക്കൂല. വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ആ രീതിയിൽ നീ ജീവിക്കുക. അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹ് സ്വർഗത്തിൽ കടത്തുന്നതാണ്. അലാമാക്കാന മിനൽ അമൽ. പിന്നെ അവൻ്റെ അമലുകൾ എന്താണ്? ഇത് 1000 900 എണീച്ചിട്ട് 2 മണിക്ക് എണീച്ചിട്ട് കുറേ നിസ്കരിക്കുക, അതേപോലെ തന്നെ കുറേ നോമ്പ്, കുറേ സക്കാത്ത്, കുറേ ഹജ്ജ്, കുറേ മിസ്കിൻ ഖാന, കുറേ യത്തീം ഖാന, കുറേ മുസാഫിർ ഖാന, അങ്ങനെ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോഴോ നേരെ മാലിക് ദിനാറിനടുത്തേക്ക് കംപ്ലീറ്റ് പൊളിഞ്ഞു. അതേസമയത്ത് ഒന്നും ചെയ്യുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയറാണ്. അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. അവൻ്റെ അമൽ എന്താന്ന് പിന്നെ അള്ളാഹ് നോക്കുന്ന പ്രശ്നമില്ല. ഞാൻ ഏറ്റു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നീ എന്നെ മാത്രം പ്രതീക്ഷിച്ചവനാണെങ്കിൽ നിന്നെ ഞാൻ ഏറ്റു, ഞാൻ പുറത്തു തരും.
മാപ്പാക്കി തരുന്ന എനിക്ക്, നീ പേടിക്കണ്ട. വയഗ്ഫിറു മാ ദൂന ദാലിക്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കാലം ശ്രദ്ധിച്ച് ജീവിക്കൊണ്ടും കൂട്ടരെ. എത്ര കാലം ജീവിക്കുന്ന ആയിരിക്കാം ഉറപ്പ്? വളരെ വളരെ കെയർഫുള്ളായിരിക്കണം ജീവിതം. അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, സകല വിഷയത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു പോയിൻ്റ് എടുത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പിറകോട്ടോ താങ്ങി പോകരുത്. ആ നിന്നയിടത്ത് നിന്നോളണം, ചൂടോടുകൂടി നിർത്തിക്കൊള്ളണം. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞോളണം, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ പറഞ്ഞോളണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളണം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. മലിക്കായ ഹക്കായ കാര്യങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന അള്ളാഹു, ആയ അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹു തന്നെ പറഞ്ഞതാ സുബ്ഹാന അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണ്. എന്താ ഇത്? നിങ്ങൾ ഈ അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, വസ്തുക്കളെ നിങ്ങൾ അവരിലാണ് കാര്യങ്ങൾ നിങ്ങൾ അർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ അള്ളാഹ്ക്ക് അറിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹിനോട് പറയാൻ പോകുന്നത്? അള്ളാഹ് പറയുന്നു, യഖൂലൂന അവർ പറയാ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്നത് ഇവരൊക്കെ ഈ മഹാന്മാരൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളെ ഇടയാളുകളാണ് എന്ന് നിങ്ങൾ പറയുന്നു. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുകയാണ് ഞങ്ങളോട്, നിങ്ങൾ അത്തുനബ്ബിഊനല്ലാഹ ബിമാ ലാ ആകാശഭൂമികളിലുള്ള അള്ളാഹ്ക്ക് തിരിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹിനെ പഠിപ്പിക്കാൻ പോകുന്നത്? എന്നിട്ട് അള്ളാഹ് തന്നെ ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. എന്തായി കേൾക്കുന്നത്? അള്ളാഹ് തന്നെ പ്രകടിപ്പിക്കും. അള്ളാഹു തആല അത്ഭുതത്തോടെ ഔലിയാക്കന്മാരെ വിളിച്ച് ദുആ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ അള്ളാഹ് അത്ഭുതത്തോടെ പറയാണ്, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. എന്താണ് ഇവർ പറയുന്നത്? അള്ളാഹു തന്നെ സുബ്ഹാനല്ലാഹ് പറയുകയാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇവർ പറയുന്നതിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ ജാറങ്ങളെ പറ്റി അതേപോലെ തന്നെ പിന്നെ മുദബ്ബിറുകളെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ അർശിൽ നിന്ന് അർശിന് മുകളിൽ നിന്ന് അള്ളാഹു തആല അർശിൻ്റെ മേലയിൽ നിന്ന് ഇസ്തിവാ ചെയ്തിരിക്കുന്ന അള്ളാഹു തആല ഇങ്ങനെ സുബ്ഹാൻ പറയും. അത്ര വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളുമാണ് ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാം മാപ്പാക്കി തരട്ടെ. അള്ളാഹു സഹീഹായ ഷഹാദത്ത് നസീബാക്കി തരട്ടെ. മരിക്കുന്ന നേരം ഷഹാദത്തിനെ സഹീഹാക്കി ഒരു പോറലുമില്ലാത്ത രീതിയിൽ ഷഹാദത്തിനെ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ച് നാളെ ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കഴിഞ്ഞുകൂടുന്ന ചെറിയ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തോടൊപ്പം ചെന്ന് ചേരാൻ എന്താണോ വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാവശ്യമുള്ള തൗഫീക്ക് മരിക്കുന്നതിന് മുമ്പ് നസീബാക്കി തരികയും ചെയ്യട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.